സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ, അതുപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന 2 ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാമിന് എന്നുള്ളത് അല്ലേ. എത്ര പഠിച്ചാലും തീരില്ല. അപ്പോൾ എന്തായാലും അതിനകത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഏരിയാസാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ ഡ്യൂട്ടീസ് ഓഫ് ദി ഓഡിറ്റർ അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. സെക്ഷൻ 143. സെക്ഷൻ പഠിക്കണം നിർബന്ധമൊന്നുമില്ല, ഓർത്തിരിക്കാൻ പറ്റുമെങ്കിലും ഓർത്തു വയ്ക്കാം. അപ്പോൾ ഡ്യൂട്ടീസ് ഓഫ് ദി ഓഡിറ്റർ ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഫീൽ ചെയ്യും. കാര്യം ഒരുമാതിരി ഒരു അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എളുപ്പമാക്കുന്ന രീതിയിൽ ആ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ വലിയ വലിയ പാരഗ്രാഫ് കണക്കത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ റെപ്പറ്റീഷൻ വരുന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തു. അങ്ങനെ എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണോ ആ കാര്യങ്ങൾ മാത്രം എടുത്തിട്ടാണ് ഈ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റിലെ കാര്യങ്ങൾ എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. കാര്യം നമുക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അല്ലല്ലോ ഇത്, ഉള്ളതല്ലേ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഈ നോട്ട്സ് തന്നെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എക്സാം അടിപൊളിയായിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഡ്യൂട്ടി എന്താണ്? ആദ്യം തന്നെ ആരാണ് ഓഡിറ്റർ എന്നറിയാമോ? അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം എല്ലാ കമ്പനീസിലും കമ്പൽസറി ആയിട്ട് ഓഡിറ്റ് നടന്നിരിക്കണം. അത് നിങ്ങൾക്കറിയാലോ, ഓഡിറ്റ് നടന്നിരിക്കണം. എന്താണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്? അവിടെയുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും എല്ലാം വെരിഫൈ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. വെരിഫൈ ചെയ്യാൻ മാത്രമാണോ? വെരിഫൈ ചെയ്തതിന് ശേഷം അവർ എല്ലാ കാര്യങ്ങളും ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ട രീതി, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട രീതി, അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതെല്ലാം പ്രോപ്പർലി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ഓഡിറ്റർ എന്ന് പറയുന്നത്. പല ടൈപ്പ് ഓഡിറ്റിങ്സ് നമ്മുടെ കമ്പനീസിൽ നടക്കാറുണ്ട്. ഏതൊക്കെ ടൈപ്പാണ്? ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഉണ്ട്, പിന്നെ കോസ്റ്റ് ഓഡിറ്റിംഗ് ഉണ്ട്, നമ്മുടെ ഏരിയ കോസ്റ്റ് ഓഡിറ്റിംഗ് ഉണ്ട്, സെക്രട്ടേറിയൽ ഓഡിറ്റ് ഉണ്ട്, അതുപോലെ ആനുവൽ ഓഡിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പല ടൈപ്പ് ഓഡിറ്റുകളുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഡ്യൂട്ടീസിലേക്ക് പോവാം. ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഒരു കമ്പനീസ് ആക്ട് പ്രകാരം ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഡ്യൂട്ടീസ് എന്താണ്? സിമ്പിളാണ്. നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറല്ലേ, അത് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഈ ഒരു ഏരിയ ഭയങ്കര സിമ്പിളായിരിക്കും. ഇനി അത് പഠിച്ചിട്ടില്ലാത്തവർക്കാണെങ്കിൽ ടെൻഷൻ ഒന്നും അടിക്കണ്ട, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓഡിറ്റർ ആരാന്നൊക്കെ നമുക്ക് എന്തായാലും അറിയാമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഡ്യൂട്ടീസ്. ഫസ്റ്റ് ഡ്യൂട്ടി എന്താണ്? സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ വായിച്ചാലും നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എവറി ഓഡിറ്റർ ഓഫ് എ കമ്പനി ഷാൽ ഹാവ് എ റൈറ്റ് ഓഫ് ആക്സസ് അറ്റ് ഓൾ ടൈംസ്. എന്ത് റൈറ്റ് ഓഫ് ആക്സസ് ഉണ്ടെന്ന് മനസ്സിലായി? എന്തിൻ്റെ ആക്സസ്? അത് എല്ലാ സമയത്തും ഉണ്ടെന്ന് മനസ്സിലായി. എന്തിൻ്റെ ആക്സസ്? അതാണ് പോയിന്റ്. എന്തിൻ്റെ? ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ്. ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും വൗച്ചേഴ്സും ഓൾ ടൈംസ് ഏത് സമയത്ത് വേണമെങ്കിലും ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് നമ്മുടെ ഓഡിറ്റേഴ്സിന് ഉണ്ട്. അതിൻ്റെ കൂടെ എന്താ എഴുതിയിരിക്കുന്നത്? വെദർ കെപ്റ്റ് അറ്റ് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി ഓർ അറ്റ് എനി അതർ പ്ലേസ്. ഇനിയിപ്പോൾ സപ്പോസ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും വൗച്ചേഴ്സും ഒക്കെ രജിസ്റ്റേർഡ് ഓഫീസിലാണ് വെച്ചിരിക്കുന്നതെങ്കിലും, ഇനി അല്ല രജിസ്റ്റേർഡ് ഓഫീസിലല്ല മറ്റേതെങ്കിലും പ്ലേസിലാണ് വെച്ചിരിക്കുന്നത് എങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ ഓഡിറ്റർ എപ്പോൾ ചോദിച്ചാലും സാധനം കിട്ടണം. സാധാരണഗതിയിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സും വൗച്ചേഴ്സും ഒക്കെ രജിസ്റ്റേർഡ് ഓഫീസിലാണ് കീപ്പ് ചെയ്യാറുള്ളത്. എന്ന് വിചാരിച്ച് മറ്റ് സ്ഥലങ്ങളിൽ വെച്ചുകൂടായികയൊന്നുമില്ല, കൂടുതലായിട്ടും രജിസ്റ്റേർഡ് ഓഫീസിലാണ് വെക്കുന്നതെന്നേ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. രജിസ്റ്റേർഡ് ഓഫീസിലായാലും മറ്റേതെങ്കിലും പ്ലേസിലായാലും എന്താണ്, ഏത് സമയത്ത് വേണമെങ്കിലും ഓഡിറ്ററിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? റൈറ്റ് ഓഫ് ആക്സസ് അറ്റ് ഓൾ ടൈംസ്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞിട്ടില്ല. ആ ഒരു പോയിന്റ് അകത്ത് തന്നെ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? രണ്ടാമത്തെ കാര്യം,
ആൻഡ് ഇത് വലിയൊരു സെൻറ്റൻസ് ആയതുകൊണ്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തതാണ് നിങ്ങളുടെ എളുപ്പത്തിന്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? എക്സാമിന് എഴുതുമ്പോൾ ഒന്നിച്ചങ്ങ് എഴുതിയാൽ മതി. ഓക്കെ. ആൻഡ് ഷാൽ ബി എൻടൈറ്റിൽഡ് ടു റിക്വയർ ഫ്രം ദി ഓഫീസേഴ്സ്, എന്ത് ഓഫീസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്തോ റിക്വയർ ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത്? ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ necessary for the performance of his duties as auditor and amongst other matters enquire into following matters. ഇതെന്താ സംഭവം അല്ലേ? ഒന്നുമില്ല, നിങ്ങൾ സിംപ്ലി ചിന്തിക്കേണ്ട കാര്യം, ഓഡിറ്ററിന്റെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻസ് നമ്മുടെ കമ്പനിയുടെ ഓഫീസേഴ്സിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഓഡിറ്ററിനുണ്ട്. ഇനി ഏതൊക്കെ ഏരിയാസിലാണ് കൂടുതലായിട്ടും എൻക്വയറി ചെയ്യുമ്പോൾ ഈ ഇൻഫർമേഷനും എക്സ്പ്ലനേഷനും ഒക്കെ കളക്ട് ചെയ്യാറുള്ളത് എന്നാണ് താഴെ പറയുന്ന ABCDEF പറയുന്നത്. അതും കൂടി ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് ആദ്യത്തെ പോയിന്റ് ജസ്റ്റ് സമപ്പ് ചെയ്യാം. ഏതൊക്കെ ഏരിയാസിലാണ് കൂടുതൽ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ കളക്ട് ചെയ്യേണ്ടി വരിക? Whether loans and advances made by the company on basis of security. ലോൺസും അഡ്വാൻസസും നമ്മുടെ കമ്പനി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതും ഓൺ സെക്യൂരിറ്റി ബേസിസിൽ കൊടുത്തിട്ടുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണെങ്കിൽ, ഹാവ് ബീൻ പ്രോപ്പർലി സെക്യൂർഡ്, ആ ഒരു ലോൺസും അഡ്വാൻസസും ഒക്കെ സെക്യൂർഡ് ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻസ് അവർ കളക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അത് സെക്യൂർഡ് ആണോ എന്ന് മാത്രമല്ല നോക്കേണ്ടത്, നമ്മുടെ കമ്പനിയുടെയും അല്ലെങ്കിൽ കമ്പനിയുടെ മെമ്പേഴ്സായ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണോ എന്നുള്ള കാര്യവും കൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാറുണ്ട്. അതാണ് പറയുന്നത്. ആൻഡ് വെദർ ദി ടേംസ് ഓൺ വിച്ച് ദേ ഹാവ് ബീൻ മെയ്ഡ് ആർ പ്രിജുഡീഷ്യൽ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി ഓർ ഇറ്റ്സ് മെമ്പേഴ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു A പോയിന്റ് വേണമെങ്കിൽ രണ്ടായിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതും സെക്യൂരിറ്റി ബേസിസിൽ കൊടുത്തിട്ടുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസ് സെക്യൂർഡ് ആണോ, ആൻഡ് അതുപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസ് നമ്മുടെ കമ്പനിയുടെയും അവിടുത്തെ മെമ്പേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിനെതിരല്ല, എഗെയിൻസ്റ്റ് അല്ല എന്നുള്ള കാര്യവും ഉറപ്പുവരുത്താൻ വേണ്ടി ഇൻഫർമേഷൻ എക്സ്പ്ലനേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ whether transactions of the company which are represented merely by book entries are prejudicial to the interest of the company. നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് അത് എന്താണ്, വിച്ച് ആർ പ്രസൻറ്റഡ് മിയർലി ബൈ ബുക്ക് എൻട്രീസ്. ബുക്ക് എൻട്രീസിലുണ്ടാവും നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്. അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസും ഈ പറഞ്ഞ പോലെ കമ്പനിയുടെ ഇൻട്രസ്റ്റിനെതിരാവാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഒരു ഒബ്ജക്റ്റീവിനനുസരിച്ച് മാത്രമേ പോകാൻ പാടുള്ളൂ നമ്മുടെ കമ്പനിക്കകത്തുള്ള ട്രാൻസാക്ഷൻസ്. അതായത് അത് തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ ഇൻട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിനെതിരാവാനായിട്ട് പാടില്ല. ഓക്കെ. ഇനി അടുത്തത്, whether the company not being investment company or banking company. സപ്പോസ് കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയോ ബാങ്കിങ് കമ്പനിയോ അല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് കാര്യമാണ് നമ്മുടെ ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യാൻ വേണ്ടി ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, എക്സ്പ്ലനേഷൻ വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്, എന്ത് ഇൻഫർമേഷനാണ് കളക്ട് ചെയ്യേണ്ടത്? എന്തറിയാൻ വേണ്ടിയിട്ടാണ്. whether so much of assets of the company as consist of shares, debenture and other securities have been sold at a price less than which they were purchased by the company. ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയോ ബാങ്കിങ് കമ്പനിയോ അല്ലാത്തൊരു കമ്പനിയാണെങ്കിൽ അവരുടെ അസറ്റുകളിലെ ഷെയർ, ഡിബെഞ്ചർ, സെക്യൂരിറ്റീസ് പോലെയുള്ള അസറ്റുകൾ അവർ വിറ്റിരിക്കുന്നത് എങ്ങനെയായിരിക്കണം? പ്രൈസ് ലെസ് ദാൻ ദേ വെയർ പർച്ചേസ്ഡ്. ആ കമ്പനി ഈ ഷെയർസും ഡിബെഞ്ചേഴ്സും സെക്യൂരിറ്റീസും ഒക്കെ പർച്ചേസ് ചെയ്തതിൽ നിന്നും കുറഞ്ഞ ഒരു പ്രൈസിലായിരിക്കണം അവരത് വിറ്റിട്ടുണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ ആ കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് നമ്മുടെ ഓഡിറ്റേഴ്സിന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി whether loans and advances made by the company have been shown as deposits. നമ്മുടെ കമ്പനി കൊടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസ് എല്ലാം ഡെപ്പോസിറ്റ് ആയിട്ടാണോ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ കാണിച്ചിട്ടുള്ളത്? അതുപോലെ വെദർ പേഴ്സണൽ എക്സ്പെൻസസ് ഹാവ് ബീൻ ചാർജ് ടു റവന്യൂ അക്കൗണ്ട്.
പേഴ്സണൽ എക്സ്പെൻസുകളെല്ലാം റവന്യൂ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ where it is state in the books and documents of the company that any shares have been allotted for cash. നമ്മുടെ ബുക്സ് ആൻഡ് ഡോക്യുമെന്റ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കമ്പനി ഷെയർസ് കൊടുക്കുന്നത് ക്യാഷിനാണോ എന്ന് മനസ്സിലാവും. ഇനി ക്യാഷിനാണ് അലോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്യാഷ് ആക്ച്വലി നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടോ ഓഫ് സച്ച് അലോട്ട്മെന്റ്, ഓരോ അലോട്ട്മെന്റിന്റെയും ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിനുവേണ്ടി ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടി വരും. ഇനി ഇഫ് നോ ക്യാഷ് ഹാസ് ആക്ച്വലി ബീൻ സോ റിസീവ്ഡ്, ക്യാഷ് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പൊസിഷൻ, വെദർ ദി പൊസിഷൻ ഹാസ് സ്റ്റേഡ് ഇൻ ദി അക്കൗണ്ട് ബുക്സ് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇസ് കറക്റ്റ്, റെഗുലർ ആൻഡ് നോട്ട് മിസ്ലീഡിങ്. സോറി, ഒരു സെക്കൻഡ്, ത്രോട്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണേ. അപ്പോൾ ഇവിടെ പറയുന്ന പോയിന്റ് എന്താണ്? ക്യാഷിന് ഷെയർസ് കൊടുക്കുകയാണെങ്കിൽ ക്യാഷ് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടോ, ആ ഒരു അലോട്ട്മെന്റ് ബേസ് ചെയ്ത് ക്യാഷ് കിട്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. ഇനി ക്യാഷ് റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും ബാലൻസ് ഷീറ്റിലും അതിൻ്റെ പൊസിഷൻ കാണിച്ചിട്ടുണ്ടോ, എനിക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഒരിക്കലും മിസ്ലീഡിങ് ആവാനായിട്ട് പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടി അതിനകത്ത് ജസ്റ്റ് പറയുന്നുണ്ട്. ദി ഓഡിറ്റർ ഓഫ് ദി കമ്പനി വിച്ച് ഇസ് എ ഹോൾഡിംഗ് കമ്പനി. നമുക്കറിയാം ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ടൈപ്സ് ഓഫ് കമ്പനീസ് ഒക്കെ അല്ലേ, നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി. അപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്പോൾ ഒരു ഓഡിറ്റർ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ ഓഡിറ്ററാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഉള്ള അയാളുടെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ റൈറ്റ് എന്ന് പറയാൻ പറ്റുക, ഹാവ് ദി റൈറ്റ് ഓഫ് ആക്സസ് ടു ഓൾ റെക്കോർഡ്സ് ഓഫ് ഓൾ ഇറ്റ്സ് സബ്സിഡിയറീസ് ആൻഡ് അസോസിയേറ്റ് കമ്പനീസ്. അതിൻ്റെ ആ ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനീസിൻ്റെയും അതിനേതെങ്കിലും അസോസിയേറ്റ് കമ്പനീസ് ഉണ്ടെങ്കിൽ ആ ഒരു അസോസിയേറ്റ് കമ്പനീസിൻ്റെയും റെക്കോർഡ്സ്, ബുക്സ് എല്ലാം ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയുടെ ഓഡിറ്ററിനുണ്ട്. കാര്യം എന്താണെന്നറിയോ? കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആസ് ഇറ്റ് റിലേറ്റ്സ് ടു ദി കൺസോൾട്ടേഷൻ ഓഫ് ഇറ്റ്സ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ദാറ്റ് ഓഫ് ഇറ്റ്സ് സബ്സിഡിയറീസ് ആൻഡ് അസോസിയേറ്റ് കമ്പനീസ്. നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡിയറി കമ്പനി, അസോസിയേറ്റ് കമ്പനീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിനെ മൂന്നിനെയും കൂടി കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള, അതായത് മൂന്നിനെയും കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ച് ഉള്ള ഒരു കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സിഡിയറി കമ്പനിയുടെയും അസോസിയേറ്റ് കമ്പനിയുടെയും റെക്കോർഡ്സ് ഓഡിറ്ററിന് ആവശ്യമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ നമുക്ക് മെയിനായിട്ട് പറയേണ്ട പോയിന്റ് എന്താണ്? ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് ആക്സസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ് അറ്റ് ഓൾ ടൈംസ്. അത് ഫസ്റ്റ് പോയിന്റിലെ ആദ്യത്തെ കാര്യം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും ഓഫീസേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. മെയിൻലി ഏതൊക്കെ ഏരിയാസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അറിയാലോ, ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ കാര്യം പറഞ്ഞു, അത് സെക്യൂർഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്കും മെമ്പേഴ്സിനും ഇൻട്രസ്റ്റോട് കൂടി തന്നെ ഉള്ളതാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് കമ്പനിയുടെ ഇൻട്രസ്റ്റിന് ഓക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ടല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആൻഡ് ബാങ്കിങ് കമ്പനി ആണെങ്കിൽ അവിടെയുള്ള ഷെയർസ്, ഡിബഞ്ചേഴ്സ്, സെക്യൂരിറ്റീസ് ഒക്കെ സെല് ചെയ്യുന്നത് പർച്ചേസ് ചെയ്ത വിലയേക്കാളും താഴെ ഒരു പ്രൈസിനാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. അതുപോലെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഡെപ്പോസിറ്റ് ആയിട്ടാണ് കാണിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. പേഴ്സണൽ എക്സ്പെൻസ് ഒരിക്കലും റവന്യൂ അക്കൗണ്ട് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവരുത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ ഷെയർസ് ക്യാഷിന് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ അലോട്ട്മെൻറ്റിൻ്റെയും ക്യാഷ് നമ്മൾ പ്രോപ്പറായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. സപ്പോസ് ക്യാഷ് റിസീവ് ചെയ്യാത്ത സിറ്റുവേഷനിൽ ആ ക്യാഷ് റിസീവ് ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു പൊസിഷൻ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും ബാലൻസ് ഷീറ്റിലും കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടോ, മിസ്ലീഡിങ് ആക്കിയിട്ടില്ല എന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി. ഓക്കെ അല്ലേ?
ഇനി അതിനകത്ത് എക്സ്ട്രാ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോൾഡിംഗ് കമ്പനിയുടെ കേസ് ആണെങ്കിൽ ഓഡിറ്ററിന് സബ്സിഡറി കമ്പനീസിൻ്റെയും അസോസിയേറ്റ് കമ്പനീസിൻ്റെയും റെക്കോർഡ്സ് കൂടി ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാര്യം അവസാനം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സബ്സിഡറി കമ്പനി, അസോസിയേറ്റ് കമ്പനി, ഹോൾഡിംഗ് കമ്പനിയുടെ എല്ലാവരുടെയും കൂടെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓഡിറ്ററിന് ചിലപ്പോൾ അവരുടെ റെക്കോർഡ്സും ആവശ്യമായിട്ട് വരും. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു. ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിളി പോവും. അപ്പോൾ ലെങ്തി ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു. അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റിലോട്ട് പോകാം. സെക്കൻഡ് പോയിന്റ് ചെറിയൊരു പോയിന്റ് ആണ്. ഓഡിറ്റർ ഷാൽ മേക്ക് എ റിപ്പോർട്ട് ടു ദി മെമ്പേഴ്സ്. സിമ്പിൾ പോയിന്റ്. നമുക്കറിയാം ഓഡിറ്റിംഗ് നടത്തുന്നത് ഓഡിറ്ററാണ്. അപ്പോൾ ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പരിപാടിയെല്ലാം ചെയ്തതിന് ശേഷം ഓഡിറ്റർ എന്ത് ചെയ്യും? ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും. അതിന് പറയുന്ന പേരെന്താ? ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കും. അതിനകത്ത് അയാളുടെ ഒപ്പീനിയൻ പറയും. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്, ട്രൂ ആൻഡ് ഫെയർ ആണ് എന്ന് അയാൾ ഒന്നുകിൽ പറയും, മോശമാണെങ്കിൽ മോശമാണെന്ന് പറയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓഡിറ്റർ എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓഡിറ്റർ ഷാൽ മേക്ക് എ റിപ്പോർട്ട് ടു ദി മെമ്പേഴ്സ്. മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഡിറ്റർ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൺ അക്കൗണ്ട്സ്. എന്തിനെ ബേസ് ചെയ്തിട്ട്? എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കറിയാം, എന്നാലും ഒരു സെന്റൻസ് എഴുതിയിരിക്കുന്നു, അത് കംപ്ലീറ്റ് ചെയ്തേക്കാം. ഓൺ ദി അക്കൗണ്ട്സ് എക്സാമിൻഡ് ബൈ ഹിം ആൻഡ് ഓൺ എവറി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർ അതർ ഡോക്യുമെന്റ് which are required under this act to be laid before the company in general meeting. Okay, അപ്പോൾ ഓഡിറ്റർ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. എന്തിനെ ബേസ് ചെയ്തിട്ട്? അയാൾ എക്സാമിൻ ചെയ്ത ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഡോക്യുമെൻറ്റ്സും അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ജനറൽ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ എന്താണ്? അവിടെ ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അവിടെയാണ് ഇതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുക. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ടു ബി ലേഡ് ബിഫോർ ദി കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പോയിന്റ് ഓക്കെ. ഇനി തേർഡ് പോയിന്റ്, ദി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഷാൽ ഓൾസോ സ്റ്റേറ്റ്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു, ഓഡിറ്റർ ഒരു റിപ്പോർട്ട് മേക്ക് ചെയ്യണം അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യണം. ഇനി മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നു എന്തൊക്കെ കാര്യങ്ങൾ ഓഡിറ്ററിന്റെ റിപ്പോർട്ടിൽ ഉണ്ടാവണം. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഷാൽ ഓൾസോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മെയിൻലി അവിടെ എന്താണ് വേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൂ ആൻഡ് ഫെയർ ആണോ, ഓക്കെ ആണോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ആക്ട് പ്രകാരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് അതിനകത്ത് കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ഓൾസോ സ്റ്റേറ്റ്. അത് കൂടാതെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ എന്താണ് കാണിക്കേണ്ടത്? ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പഠിക്കുന്നുണ്ട് കേട്ടോ. പോയിന്റ് ഇനിയും വരുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാ നോക്കാം. ആദ്യത്തെ പോയിന്റ്, whether he has sought and obtained all the information and explanations which to the best of his knowledge and belief were necessary for the purpose of his audit. അതായത് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും എക്സ്പ്ലനേഷനും കളക്ട് ചെയ്തിട്ടുണ്ട്. സോട്ട് ആൻഡ് ഒബ്റ്റെയിൻഡ് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മീനിങ് sought and obtained all the information and explanations which to the best of his knowledge and belief were necessary for the purpose of his audit. അയാളുടെ ഓഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസിന് വേണ്ടി അദ്ദേഹത്തിന് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷനും എക്സ്പ്ലനേഷനും അദ്ദേഹം ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം ആ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. ഇനി അത് മാത്രം മതിയോ? ഇനി whether in his opinion proper books of account are required by law have been kept by company so far as appears for his examination of those books and proper returns adequate for the purposes of his audit has been received from branches not visited by him. ഇപ്പോൾ ഒരു ഓഡിറ്റർ ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ബ്രാഞ്ചിലും അയാൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല അല്ലേ? അപ്പോൾ അങ്ങനെ വിസിറ്റ് ചെയ്യാൻ പറ്റാത്ത ബ്രാഞ്ചുകളിൽ നിന്നും അയാൾക്ക് എന്ത് ചെയ്യാം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ കളക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ
അയാൾ എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രാഞ്ചസിൽ നടക്കുന്ന റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യേണ്ടി വരില്ലേ? അവിടുത്തെ ബുക്സും പ്രോപ്പർ റിട്ടേൺസും കാര്യങ്ങളും എല്ലാം ഓക്കെ ആണ് എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ളത് അതിനകത്ത് മെൻഷൻ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ വെദർ ഇൻ ഹിസ് ഒപ്പീനിയൻ, അദ്ദേഹത്തിന്റെ ഒപ്പീനിയനിൽ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ റിക്വയർഡ് ബൈ ദി ലോ പ്രകാരം, ലോ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഹാവ് ബീൻ കെപ്റ്റ് ബൈ ദി കമ്പനി കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ നമ്മുടെ കമ്പനി ലോ പ്രകാരം എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഓഡിറ്ററിൻ്റെ ഒപ്പീനിയനും, അതുപോലെ തന്നെ അയാൾ വിസിറ്റ് ചെയ്യാത്ത ബ്രാഞ്ചിൽ നിന്നും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അദ്ദേഹം റിസീവ് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ബുക്സും പ്രോപ്പർ റിട്ടേൺസും കാര്യങ്ങളും എല്ലാം ഓക്കെ ആണ് എന്നുള്ള കാര്യം അദ്ദേഹം എക്സാമിൻ ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനിൽ എല്ലാം ഓക്കെ ആണ് എന്നുള്ള കാര്യം ആ ഒരു ഒപ്പീനിയൻ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുക. ഓക്കെ. കൺഫ്യൂഷനൊന്നുമില്ലല്ലോ? ഓക്കെ ആണേ. ഇനി whether the report on the accounts of any branch office of the company audited under subsection 8 by a person other than the company auditor has been sent to him and the manner in which he has dealt with it in preparing his report. എന്താണ് ഇതിൽ പറയുന്നത്? ഇവിടെയും ബ്രാഞ്ചിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. വെദർ ദി റിപ്പോർട്ട് ഓൺ അക്കൗണ്ട്സ് ഓഫ് എനി ബ്രാഞ്ച് ഓഫീസ് ഓഫ് ദി കമ്പനി, നമ്മുടെ ബ്രാഞ്ച് ഓഫീസ് ഞാൻ പറഞ്ഞില്ലേ, ബ്രാഞ്ച് ഓഫീസ് എല്ലാ ബ്രാഞ്ചും നമ്മുടെ മെയിൻ കമ്പനി ഓഡിറ്ററിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ ചില സിറ്റുവേഷനിൽ മറ്റൊരു ഓഡിറ്റർ ആയിരിക്കും ആ ഒരു ബ്രാഞ്ച് ഓഫീസ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഓഡിറ്റ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് ആ ബ്രാഞ്ച് ഓഫീസിന് വേണ്ടി ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അവിടുത്തെ അക്കൗണ്ട്സിനെ ബേസ് ചെയ്തിട്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. വെദർ ദി റിപ്പോർട്ട് ഓൺ അക്കൗണ്ട്സ് ഓഫ് എനി ബ്രാഞ്ച് ഓഫീസ് ഓഫ് ദി കമ്പനി ഓഡിറ്റ് ചെയ്തിട്ടുള്ള ബ്രാഞ്ച് ഓഫീസിൽ നിന്നിട്ടുള്ള റിപ്പോർട്ട്, ആ റിപ്പോർട്ട് has been sent to him and the manner in which he has dealt with in preparing his report. അതായത് ബ്രാഞ്ച് ഓഡിറ്റർ, നമ്മുടെ ബ്രാഞ്ച് ഓഡിറ്റർ ഈ കമ്പനി ഓഡിറ്ററിന് അദ്ദേഹം ഓഡിറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. സെൻഡ് ടു ഹിം, അയച്ചു കൊടുത്തിട്ടുണ്ട്. അതും പ്രോപ്പറായിട്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ട രീതിയിൽ തന്നെയാണ്, ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു ബ്രാഞ്ച് ഓഫീസിലുള്ള റിപ്പോർട്ടും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യവും അദ്ദേഹം ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്ന് ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കണം. ഇതാണല്ലോ മെയിൻ ഓഡിറ്റ് റിപ്പോർട്ട്, നമ്മുടെ കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഇതാണ്. അപ്പോൾ ബ്രാഞ്ച് ഓഫീസിലെ കാര്യവും ഇവിടെ ഉൾപ്പെടുത്തുക. ഇനി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ജസ്റ്റ് മൂന്നാമത്തെ പോയിന്റ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സമപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും. ഓക്കെ. ഇനി whether the company's balance sheet and profit and loss account dealt with in the report are in agreement with books of accounts and returns. നമ്മുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് dealt within the report are in agreement with books of accounts and returns. ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും റിട്ടേൺസിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലും P&L അക്കൗണ്ടിലും ഒക്കെ പറയുന്നത് എന്നുള്ള കാര്യം ഇതിനകത്ത് ഉറപ്പുവരുത്താം. ഓക്കെ എന്ന് അദ്ദേഹം അതിനകത്ത് കാണിക്കാം. ഇനി വെദർ ഇൻ ഹിസ് ഒപ്പീനിയൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലൈ വിത്ത് ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണോ കംപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് പാലിക്കുന്നുണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം തന്നെയാണോ ഇല്ലയോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ഈ ഒരു റിപ്പോർട്ടിൽ കാണിക്കുക. ഇനി ദി ഒബ്സർവേഷൻസ് ഓർ കമൻറ്റ്സ് ഓഫ് ദി ഓഡിറ്റേഴ്സ് ഓൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓർ മാറ്റേഴ്സ് വിച്ച് ഹാവ് എനി അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദി ഫങ്ഷനിങ് ഓഫ് ദി കമ്പനി. നമ്മുടെ കമ്പനിക്കകത്ത് നടന്നിട്ടുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അതിനെക്കുറിച്ചുള്ള ഒബ്സർവേഷൻസും കോമെൻറ്റ്സും നമ്മുടെ ഓഡിറ്റേഴ്സ്
റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ഫങ്ഷനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് whether any director is disqualified from being appointed as a director. നമ്മുടെ ഡിറക്ടേഴ്സ് ആരെങ്കിലും ഡിസ്ക്വാളിഫൈഡ് ആയി പോയിട്ടുണ്ടോ? ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡിറക്ടേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഡിറക്ടേഴ്സിൻ്റെ പോർഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഓൾറെഡി ഡിറക്ടർ ആയിരുന്നു, പക്ഷേ അയാൾക്ക് ഡിറക്ടർ ആവാനായിട്ട് പറ്റില്ല. അറിയാലോ, ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അയാൾക്ക് ഡിറക്ടർ ആവാനായിട്ട് പറ്റില്ല ഇനി. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അപ്പോയിൻറ്റ് ചെയ്തിരുന്ന ഒരാൾ ഡിസ്ക്വാളിഫൈഡ് ആയി പോവുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി എനി ക്വാളിഫിക്കേഷൻ, റിസർവേഷൻ ഓർ അഡ്വേഴ്സ് റിമാർക്ക് റിലേറ്റിംഗ് ടു മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ മാറ്റേഴ്സ് കണക്റ്റഡ് ദെയർവിത്ത്. അതായത് നമ്മുടെ കമ്പനിയിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ, റിസർവേഷൻ അല്ലെങ്കിൽ അഡ്വേഴ്സ് റിമാർക്ക്, അതായത് ഇപ്പോൾ എന്തെങ്കിലും കണ്ടീഷൻ അയാൾക്ക് പറയാനുണ്ട്, ഓഡിറ്ററിന് പറയാനുണ്ട്, ഇങ്ങനെ ചെയ്യുന്നതിന് പകരം അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെയുള്ളൊരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ റിസർവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കണ്ടീഷനായിട്ട് പറയുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ റിസർവേഷൻ്റെ മീനിങ് ഒരു കണ്ടീഷനായിട്ട് പറയുക. നിങ്ങളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാളും മറ്റേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്, അതൊരു പ്രോപ്പർ വേ അല്ല എന്നൊക്കെയുള്ള ഒരു രീതി. അല്ലെങ്കിൽ അഡ്വേഴ്സ് റിമാർക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇത് നെഗറ്റീവായിട്ടുള്ളൊരു റിമാർക്ക് എന്തെങ്കിലും അയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ ഈ റിപ്പോർട്ടിൽ അത് മെൻഷൻ ചെയ്യുക. അതുപോലെ whether the company has adequate internal financial control system. Internal financial controls with reference to financial statements in place and operating effectiveness of such controls. Internal financial control ഉണ്ടോ? അഡിക്വേറ്റ് ആയിട്ടുള്ള ഇന്റേണൽ ഫൈനാൻഷ്യൽ കൺട്രോൾ നമ്മളെ കമ്പനിക്ക് ഉണ്ടോ ഇല്ലയോ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ പറയുന്ന പോലെയൊക്കെ നമ്മുടെ കമ്പനിക്കകത്ത് ഇന്റേണൽ ഫൈനാൻഷ്യൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടോ? അതുപോലെ തന്നെ അവിടുത്തെ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ്, ആ ഒരു കൺട്രോൾസിൻ്റെ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ്, അതായത് ഇന്റേണലി ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു കമ്പനിക്കകത്ത് ഇന്റേണലി നടക്കുന്ന കുറേ ഫങ്ഷൻസ് ഇല്ലേ, അതിനൊരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടോ? അതിൻ്റെ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് എത്രത്തോളമാണ്? നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് പോലെയൊക്കെ അവിടെ ആ ഒരു വർക്കിംഗ് നടക്കുന്നുണ്ടോ, പ്രോപ്പറായിട്ട് സിസ്റ്റം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്യണം റിപ്പോർട്ടിൽ. ലാസ്റ്റ് പോയിന്റ്, സച്ച് അതർ മാറ്റേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അത് പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അതങ്ങ് എഴുതിക്കോളുക. കിട്ടുന്ന പോയിന്റ്സ് എല്ലാം എഴുതിയിട്ട് അവസാനം ഈ ഒരു പോയിന്റായിട്ട് ഇതും കൂടി എഴുതിയാൽ മതി. സച്ച് അതർ മാറ്റേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ഒരു ലെങ്തി പോയിന്റ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു നമ്മുടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ്. ആദ്യം തന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഓഡിറ്റ് പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഡിറ്റർ അദ്ദേഹത്തിൻ്റെ നോളേജിൽ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും എക്സ്പ്ലനേഷനും എല്ലാം ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് അയാൾ ജസ്റ്റ് ആ റിപ്പോർട്ടിൽ എന്ത് ചെയ്യുക, പറയുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ പ്രകാരം നമ്മുടെ രണ്ടാമത്തെ പോയിന്റാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ പ്രകാരം നമ്മുടെ കമ്പനിയിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്തിരിക്കുന്നത് പ്രോപ്പറായിട്ടാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ എന്താണ്, പ്രോപ്പർ ആണെങ്കിൽ പ്രോപ്പർ, അല്ലെങ്കിൽ പ്രോപ്പർ അല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ അവിടെ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടില്ലാത്ത ബ്രാഞ്ചുകളുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിലെ ബുക്സും അതുപോലെ തന്നെ അവിടുത്തെ റിട്ടേൺസും കാര്യങ്ങളും എല്ലാം അഡീക്വേറ്റ് ആണോ, പ്രോപ്പർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അവിടെ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ പറയാം. ഇനി നെക്സ്റ്റ്, ബ്രാഞ്ച് ഓഫീസ് ഓഡിറ്റ് ചെയ്തിട്ടുള്ളത് കമ്പനി ഓഡിറ്റർ അല്ല, മറ്റൊരു ഓഡിറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ആ ഓഡിറ്റർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ആ റിപ്പോർട്ട് നമ്മുടെ മെയിൻ കമ്പനി ഓഡിറ്ററിന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് സെൻഡ് ചെയ്ത് കൊടുക്കുക മാത്രമല്ല, സെൻഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അത് ഉറപ്പ് വരുത്തുക നമ്മൾ സാധാ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ഡീലിങ്സ് ആ ഒരു രീതിയിൽ തന്നെയാണ് അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് ഓക്കെ ആണെന്ന് അദ്ദേഹം ഉറപ്പ് വരുത്തുക. ഉറപ്പ് വരുത്തുക മാത്രമാണോ, ആ റിപ്പോർട്ടിൽ അത് മെൻഷൻ ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത്, നമ്മുടെ കമ്പനീസ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് dealt with in report are in agreement with books of accounts and returns. Books of accounts and returns പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ കമ്പനി ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുക.
ഇനി അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്തുകൊണ്ടാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ പറയുക. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്കകത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും ഒബ്സർവേഷൻസോ കമൻസോ പറയാനുണ്ടെങ്കിൽ അതും അതിനകത്ത് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതും പറയാം. ഇനി നമ്മുടെ ഡയറക്ടേഴ്സിൽ ഏതെങ്കിലും ഡയറക്ടർ ഡിസ്ക്വാളിഫൈഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യണം. ഇനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷനോ റിസർവേഷനോ അഡ്വേഴ്സ് റിമാർക്കോ ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ബോൾഡ് ആക്കിയിരിക്കുന്ന ഈ ഒരു ലെറ്റേഴ്സ് അല്ല, ഈ വേർഡ്സ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റിവൈസ് ചെയ്യുമ്പോൾ അത് യൂസ്ഫുൾ ആവും. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അഡിക്വേറ്റ് ആയിട്ടുള്ള ഇന്റേണൽ ഫൈനാൻഷ്യൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടോ? ആ ഒരു കൺട്രോൾസിൻ്റെ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് എത്രത്തോളമാണ്? നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള പോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്റേണൽ ഫൈനാൻഷ്യൽ കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതെല്ലാം അദ്ദേഹം ഉറപ്പുവരുത്തുക ആൻഡ് ഒപ്പീനിയൻ അവിടെ പറയാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് പോയിന്റ്, സച്ച് അതർ മാറ്റേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 പോയിന്റും ഓക്കെ അല്ലേ? 3 പോയിന്റും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നേ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. 4th പോയിന്റ് നോക്കിയേ. Where any of the matters required to be included in the audit report under this section as answered in the negative or with a qualification, the report shall state the reasons. അതായത് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും മാറ്റേഴ്സിനെ കുറിച്ച് നമ്മുടെ ഓഡിറ്റർ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു രീതിയിൽ അതിനകത്ത് റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് അങ്ങനെ നെഗറ്റീവ് പറഞ്ഞു അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു കണ്ടീഷനൊക്കെ വെച്ചിട്ട് പറയുന്നതിനാണ് ക്വാളിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു റീസൺ കൂടി അതിനകത്ത് മെൻഷൻ ചെയ്യണം. ഓക്കെ, അത് അയാളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ അല്ലേ? സിമ്പിളായിട്ടുള്ളൊരു പോയിന്റ് ആയിരുന്നു. ഇനി അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള പോയിന്റ് ആണേ. നമ്മൾ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പഠിച്ചത് ആക്സസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ് ആണെങ്കിൽ, സെക്കൻഡ് പോയിന്റിൽ നമ്മൾ റിപ്പോർട്ട് മേക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ആൻഡ് അതിനുശേഷം റിപ്പോർട്ടിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എക്സ്ട്രാ ആയിട്ട് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. ആൻഡ് അടുത്ത പോയിന്റിൽ, 4ാമത്തെ പോയിന്റിൽ വീണ്ടും ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിൽ നെഗറ്റീവ് ആൻഡ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഏതെങ്കിലും മാറ്റേഴ്സിൽ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റീസൺ കൂടി സ്റ്റേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 4 പോയിന്റ് ഓർത്തിരിക്കാൻ എളുപ്പമായി. 2, 3, 4 ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമ്മുടെ റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, വൗച്ചേഴ്സ്. അത്രയും ക്ലിയർ ആണേ. എൻ്റെ ഉദ്ദേശം ഈ ഒരു ക്ലാസ് കണ്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ടോപ്പിക്സ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. ഇനി നിങ്ങളിത് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ എടുക്കാവൂ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ 5ാമത്തെ പോയിന്റ്, ഇൻ കേസ് ഓഫ് ഗവൺമെൻറ് കമ്പനി, ഞാനിപ്പോൾ ആരോയിട്ട് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എഴുതുമ്പോൾ ആരോയ്ക്ക് പകരം ഒരു കോമ ഇട്ടിട്ടോ ഒക്കെ എഴുതി പോയാൽ മതി. ഓക്കെ, അറിയാമല്ലോ ഒരു കോമ എവിടേക്കാണ് വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഓഫ് എ ഗവൺമെൻറ് കമ്പനി, ഒരു ഗവൺമെൻറ് കമ്പനിയുടെ കേസ് ആണെങ്കിൽ നമുക്കറിയാം, ഗവൺമെൻറ് കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ടുള്ളൊരു ഒരാളാണ്. ഗവൺമെൻറ് എന്ന് കേൾക്കുമ്പോൾ മെയിനായിട്ടുള്ളൊരു അതോറിറ്റിയാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, മെയിൻ അതോറിറ്റി. അപ്പോൾ ഒരു ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ ദി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഷെൽ അപ്പോയിന്റ് ദി ഓഡിറ്റർ. ആരാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ C&AG എന്ന് പറയും. C&AG നമ്മൾ ഷോർട്ടാക്കി പറയുന്ന കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് അണ്ടർ സെക്ഷൻ 139. സെക്ഷൻ പഠിക്കണമെന്ന് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ അവിടെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ C&AG ആണ്. മാത്രമല്ല പറഞ്ഞ C&AG തന്നെയാണ് ഏത് രീതിയിലാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, അവിടെ ഓഡിറ്റർ പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഇല്ലേ,
അപ്പോൾ അതെല്ലാം ഡയറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. ഡയറക്റ്റ് such auditor the manner in which the accounts of the government company are required to be audited. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് രീതിയിൽ ഓഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ CNDG തന്നെയാണ്. അപ്പോയിന്റ് ചെയ്യുന്നത് അയാളാണ്, ഏത് രീതിയിൽ ചെയ്യണം എന്ന് ഡയറക്റ്റ് ചെയ്യുന്നത് അയാളാണ്. ആൻഡ് കഴിഞ്ഞിട്ടില്ല ആ പോയിന്റ്. ആൻഡ് ദി ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഓഡിറ്റ് റിപ്പോർട്ട് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് സബ്മിറ്റ് ചെയ്യണം. കാരണം അപ്പോയിന്റ് ചെയ്യുന്ന അയാളാണ്. അപ്പോയിന്റ് ചെയ്യുന്ന അയാളായതുകൊണ്ട് തന്നെ അയാൾക്ക് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം നമ്മുടെ ഓഡിറ്റർ. കഴിഞ്ഞു, അപ്പോയിന്റ് സിമ്പിളായി കഴിഞ്ഞു. അപ്പം ഇവിടെ പറയുന്ന മെയിൻ ഡ്യൂട്ടി എന്താണ്? ഒരു ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ അവിടെ ഓഡിറ്റർ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പി നമ്മുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് എക്സ്ട്രാ ആയിട്ട് നമ്മളിവിടെ പഠിച്ച ഡ്യൂട്ടി. ഓക്കെ, ഇനി 6th പോയിന്റ് വീണ്ടും കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമേ? നാലാമത്തെ പോയിന്റ് അല്ല, 5ാമത്തെ പോയിന്റും 6ാമത്തെ പോയിന്റും കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. ഓക്കെ, 6ാമത്തെ പോയിന്റ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. സോറി, തൊണ്ടയ്ക്ക് പണി കിട്ടിയിട്ടിരിക്കുവാണ്, അതുകൊണ്ടാണ്. ഷാൽ വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദി ഓഡിറ്റ് റിപ്പോർട്ട്. ഞാൻ ഓൾറെഡി തൊട്ട് മുന്നത്തെ പോയിന്റിൽ പറഞ്ഞു കോപ്പി സബ്മിറ്റ് ചെയ്യണം അല്ലേ? ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പി സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ നമ്മുടെ CNDGക്ക് ഒരു റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു എന്താണ് റൈറ്റ് എന്ന് നമുക്ക് നോക്കാം. എന്ത് റൈറ്റ് ആണുള്ളത്? കമന്റ് അപ്പോൺ സച്ച് ഓഡിറ്റ് റിപ്പോർട്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് കമന്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് കണ്ടക്ട് എനി സപ്ലിമെന്ററി ഓഡിറ്റ് of the company's accounts by himself or by such person or as he may authorize in this behalf. അയാൾക്ക് എന്താണ് ഈ നടത്തിയ ഓഡിറ്റിന് ഒന്നും കൂടി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി, അതിന് സപ്ലിമെൻ്ററി ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഉള്ള റൈറ്റ് ഉണ്ട്. ഒന്നുകിൽ CNDG ഹിംസെൽഫ് ആ ഒരു ഓഡിറ്റിങ് നടത്തും. ആദ്യം നടത്തിയ ഓഡിറ്റിങ് ഓക്കെ അല്ലെങ്കിലാണ് 60 ദിവസത്തിനുള്ളിൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒന്നുകിൽ അയാൾ തന്നെ ചെയ്യും, അല്ലെങ്കിൽ അയാൾ ഓതറൈസ് ചെയ്യുന്ന മറ്റേതെങ്കിലും ആളുകൾ ആ ഒരു സപ്ലിമെൻ്ററി ഓഡിറ്റ് ചെയ്യും. ഷെൽ ഹാവ് ദ സെയിം റൈറ്റ്സ്. അങ്ങനെ ഒരു സപ്ലിമെൻ്ററി ഓഡിറ്റ് ചെയ്യുന്ന ആ ഒരു പേഴ്സണ് ഷെൽ ഹാവ് ദ സെയിം റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ആസ് ഓഡിറ്റർ ഹു ഹാസ് സബ്മിറ്റഡ് ദി റിപ്പോർട്ട്. ആദ്യം ഓഡിറ്റിംഗ് നടത്തി ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ഒരു ഓഡിറ്റർ ഇല്ലേ, അയാൾക്ക് എന്തൊക്കെ റൈറ്റ് ഉണ്ടായിരുന്നോ ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള നിലയിൽ എന്തൊക്കെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം തന്നെ ഈ സപ്ലിമെൻ്ററി ഓഡിറ്റ് നടത്തുന്ന ഓഡിറ്ററിനും ഉണ്ടാകും. ഓക്കെ, സപ്ലിമെൻ്ററി ഓഡിറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? മറ്റേ ഓഡിറ്റ് ചെയ്തത് ഇയാൾക്ക് ഓക്കെ അല്ല, അങ്ങനെയാണെങ്കിൽ ആ ഓഡിറ്റിന് മുകളിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഓഡിറ്റ് വീണ്ടും നടത്താം. ഒന്നുകിൽ അയാൾ തന്നെ നടത്തും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് അയാൾ ഓതറൈസ് ചെയ്യുന്ന മറ്റാരെങ്കിലും കൊണ്ട് നടത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ശരിക്കുള്ള ഓഡിറ്ററിന് ഉണ്ടായിട്ടുള്ള എല്ലാ റൈറ്റും ഒബ്ലിഗേഷനും എന്താണ് അയാൾക്കും ഉണ്ടാവും. ഇനി provided that any comments given by the Comptroller and Auditor General on the report of the supplementary audit conducted by him shall be placed before the annual general meeting of the company at the same time and in the same manner as the audit report. Suppose ഇങ്ങനെ ഒരു സപ്ലിമെൻ്ററി ഓഡിറ്റ് നടത്തുവാണെങ്കിൽ നമുക്കറിയാം ഈ ഓഡിറ്റ് റിപ്പോർട്ട് എപ്പോഴും നമ്മൾ ജനറലി പറഞ്ഞു ഓഡിറ്റ് റിപ്പോർട്ട് നമ്മുടെ മെമ്പേഴ്സിന് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും എന്തിനാണ് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജനറൽ മീറ്റിങ്ങിൽ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ ഒരു സപ്ലിമെൻ്ററി ഓഡിറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ മീറ്റിങ്ങിൻ്റെ മുന്നിൽ പ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ആ സപ്ലിമെൻ്ററി ഓഡിറ്റിൽ നമുക്ക് കിട്ടിയ റിപ്പോർട്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് കിട്ടിയ കമൻസ് ആയിരിക്കും. നമ്മുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആ ഒരു സപ്ലിമെൻ്ററി ഓഡിറ്റിനെ ബേസ് ചെയ്ത് നടത്തിയിട്ടുള്ള കമൻസ് ആയിരിക്കും നമ്മുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ 5th പോയിന്റും 6th പോയിന്റും ഗവൺമെൻറ് കമ്പനി കുറിച്ചാണ്, CNDG കുറിച്ചാണ്. ഓർത്തിരിക്കാൻ സിമ്പിളാണ്.
ഇനി സെവൻത് പോയിന്റിൽ വീണ്ടും നമ്മുടെ ബ്രാഞ്ച് ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. ബ്രാഞ്ച് ഓഫീസ് നോക്കാം. വേറെ കമ്പനി ഹാസ് എ ബ്രാഞ്ച് ഓഫീസ്. ഒരു കമ്പനിക്ക് ബ്രാഞ്ച് ഓഫീസ് ഉണ്ടെങ്കിൽ ദി അക്കൗണ്ട്സ് ഓഫ് ദാറ്റ് ഓഫീസ് ഷാൽ ബി ഓഡിറ്റഡ്. നമുക്കറിയാം അങ്ങനെയുള്ളൊരു ബ്രാഞ്ച് ഓഫീസ് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ച് ഓഫീസിലെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. ഐദർ ബൈ ഓഡിറ്റർ അപ്പോയിൻറ്റഡ് ഫോർ ദി കമ്പനി. നമ്മുടെ മെയിൻ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുമല്ലോ. ഒന്നെങ്കിൽ അയാൾ ഓഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതർ പേഴ്സൺ ക്വാളിഫൈഡ് അപ്പോയിൻമെൻറ്റ് ആസ് എൻ ഓഡിറ്റർ ഓഫ് ദി കമ്പനി അണ്ടർ ദിസ് ആക്ട്. ഇത് ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴേ പറഞ്ഞതാണ്. ഒരു കമ്പനിക്ക് ബ്രാഞ്ച് ഓഫീസ് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ച് ഓഫീസിലെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ അത് നമ്മുടെ മെയിൻ കമ്പനി ഓഡിറ്റർ തന്നെ ഓഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരെങ്കിലും പിടിച്ച് ചെയ്യില്ല. ആരാണോ ഓഡിറ്റർ ആവാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് അങ്ങനെ ഒരു ആളിനെ ആ ഒരു ബ്രാഞ്ചിലേക്ക് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യും, അയാൾ ഓഡിറ്റ് ചെയ്തോളും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു പോയിന്റിലെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു, തീർന്നിട്ടില്ല. ഓർ വേർ ബ്രാഞ്ച് ഓഫീസ് സിറ്റുവേറ്റഡ് ഇൻ എ കൺട്രി ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു കൺട്രിയിലാണ് നമ്മുടെ ബ്രാഞ്ച് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ, സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ദ അക്കൗണ്ട്സ് ഓഫ് ബ്രാഞ്ച് ഓഫ്, അവിടെയും അക്കൗണ്ട്സ് നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? ഓഡിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം ആര് ഓഡിറ്റ് ചെയ്ത് നോക്കാം. ഈ പോയിന്റൊക്കെ ശരിക്കും സിമ്പിളാണ് കേട്ടോ, നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ദി അക്കൗണ്ട്സ് ഓഫ് ദി ബ്രാഞ്ച് ഓഫീസ് ഷാൽ ബി ഓഡിറ്റഡ് ഐദർ ബൈ ദി കമ്പനീസ് ഓഡിറ്റർ. ഒന്നെങ്കിൽ നമ്മുടെ മെയിൻ കമ്പനിയുടെ ഓഡിറ്റർ തന്നെ ഓഡിറ്റ് ചെയ്യും, ഓർ അല്ലെങ്കിൽ ബൈ എൻ അക്കൗണ്ടന്റ്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്യും, ഓർ ബൈ അതർ പേഴ്സൺ ഡ്യൂലി ക്വാളിഫൈഡ് ടു ആക്ട് ആസ് എൻ ഓഡിറ്റർ. ഓഡിറ്ററായിട്ട് ആക്ട് ചെയ്യാൻ ക്വാളിഫൈ ചെയ്തിട്ടുള്ള മറ്റൊരാൾ ഓഫ് ദി അക്കൗണ്ട്സ് ഓഫ് ബ്രാഞ്ച് ഓഫീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോസ് ഓഫ് ദാറ്റ് കൺട്രി. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ആരാണ് ഓഡിറ്റ് നടത്തുന്നത്? ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് എന്താണ് നമുക്ക് ഓഡിറ്റ് നടത്താനായിട്ട് പറ്റുന്നത്. ചിലപ്പോൾ വേറൊരു കൺട്രിയിൽ അങ്ങനെ ആവണം എന്നില്ല. ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയാൽ മതി ഓഡിറ്റ് നടത്താം, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റ് ആയാൽ മതി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അക്കൗണ്ടൻ്റ് ആയാൽ മതി ഓഡിറ്റ് നടത്താം നമ്മുടെ ഇന്ത്യക്ക് പുറത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കൺട്രിയുടെ ലോ പ്രകാരം ആർക്കാണോ ഓഡിറ്റർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത് അയാൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റിന് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ കമ്പനി ഓഡിറ്ററിനും ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ 3 പേരുടെ കാര്യം പറഞ്ഞു. ശരിക്കും ഒരു ബ്രാഞ്ച് ഓഫീസ് നമ്മുടെ കൺട്രിയിൽ അത് തന്നെ ഒരു ബ്രാഞ്ച് ഓഫീസ് ആണെങ്കിൽ ഒന്നെങ്കിൽ കമ്പനി ഓഡിറ്റർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേഴ്സൺ ക്വാളിഫൈഡ് ടു ആക്ട് ആസ് എൻ ഓഡിറ്റർ അണ്ടർ കമ്പനീസ് ആക്ട് എന്ന് പറയാം. അതോടെ അതെടുത്ത് എഴുതണേ, ഓഫ് ദി കമ്പനി അണ്ടർ ദിസ് ആക്ട്, നമ്മുടെ ആക്ട് പ്രകാരം അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ. ഇനി അല്ല ബ്രാഞ്ച് ഓഫീസ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ എങ്ങനെയാ? ഒന്നുകിൽ കമ്പനി ഓഡിറ്റർ, അല്ലെങ്കിൽ അക്കൗണ്ടന്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ കൺട്രിയുടെ ലോ പ്രകാരം ആർക്കാണോ അങ്ങനെയുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളത് അവർക്ക്. ഒരു പോയിന്റും കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. മെയിൻലി ഇതാണ്. ഒരു താഴെ എന്താ എഴുതിയിരിക്കുന്നതെന്ന് കൂടെ നോക്കാം. ബ്രാഞ്ച് ഓഡിറ്റർ ഷെൽ പ്രിപ്പയർ റിപ്പോർട്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. ബ്രാഞ്ച് ഓഡിറ്റർ എന്ത് ചെയ്യുക? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് സെൻഡ് ഇറ്റ് ടു ദി ഓഡിറ്റർ ഓഫ് ദി കമ്പനി. കമ്പനി ഓഡിറ്ററിന് ആ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കണം. അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ക്ലിയർ ആണേ. ഇനി 8ാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? എവറി ഓഡിറ്റർ ഷെൽ കംപ്ലൈ വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. എല്ലാ ഓഡിറ്റേഴ്സും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുക. അവർക്ക് തോന്നിയത് പോലെ ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പക്കയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം എങ്ങനെ ചെയ്യണം, ആ കാര്യം എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുക. ഇനി അടുത്ത പോയിന്റ് 9th point. Central government may, after consultation with the National Advisory Committee on Accounting and Auditing Standards. എന്താണ്? സെൻട്രൽ ഗവൺമെൻറ് ആരുടെ കൺസൾട്ടേഷനോട് കൂടി, രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആരുടെ കൺസൾട്ടേഷൻ വാങ്ങുന്നുണ്ട്? നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആണ് ബൈ നോട്ടിഫിക്കേഷൻ ലേ ഡൗൺ
ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ്, മെയിൻലി സെൻട്രൽ ഗവൺമെൻറ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് ആരെ കൺസൾട്ട് ചെയ്യാറുണ്ട്? ഈ പറഞ്ഞ നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് കൺസൾട്ട് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ലേ ഡൗൺ ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് അവർ ലേ ഡൗൺ ചെയ്യുന്നത്. ഇനി പ്രൊവൈഡഡ് ദാറ്റ്, അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, പ്രൊവൈഡഡ് ദാറ്റ് until any auditing standards are notified, any standard or standards of auditing specified by the Institute of Chartered Accountants of India shall be deemed to be the auditing standards. അതായത് സപ്പോസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് വന്നിട്ടില്ല, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടതെന്ന് ഇതുവരെ ഒരു ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് വന്നിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡുകളുണ്ട്, ആ സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡായിട്ട് കണക്കാക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ നാഷണൽ അഡ്വൈസറി കമ്മിറ്റിയും കൂടി കൺസൾട്ട് ചെയ്തിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് വരെ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡായിട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. 10th പോയിന്റ്, റിപ്പോർട്ടിംഗ് ഓഫ് ഫ്രോഡ്. ഇത് ചിലപ്പോൾ വൺ വേർഡിനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇതാണ്, ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം. ഇത് മെയിനായിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് കേട്ടോ. നമുക്കറിയാം ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് പല ഫ്രോഡുകളും അവിടെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. നമുക്ക് ഫ്രോഡ് കണ്ടെത്തുക എന്നുള്ളതല്ല ഓഡിറ്റിങ്ങിൻ്റെ ഉദ്ദേശം, പക്ഷെ എന്നാലും കണ്ടെത്താം, കണ്ണിൽ പെടാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ ചെയ്യേണ്ട കാര്യം ഇമ്മീഡിയറ്റ്ലി സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിക്കുക, ഇമ്മീഡിയറ്റ്ലി സെൻട്രൽ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യുക. അതാണ് റിപ്പോർട്ടിംഗ് ഓഫ് ഫ്രോഡ്. നിങ്ങൾ ഈ ഒരു റിപ്പോർട്ടിംഗ് ഓഫ് ഫ്രോഡ് എന്നുള്ള ആ ഒരു ഒറ്റ പോയിന്റ് പഠിച്ചിട്ട് നിങ്ങൾ ആ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്യാമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഒന്ന് വായിച്ചേക്കാം. ഇഫ് എൻ ഓഡിറ്റർ ഓഫ് എ കമ്പനി ഇൻ ദി കോഴ്സ് ഓഫ് പെർഫോമൻസ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ്, അയാളുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ എന്ത് ചെയ്യുന്നു? ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ് എൻ ഒഫൻസ് ഇൻവോൾവിംഗ് ഫ്രോഡ് ഇസ് ബീങ് ഓർ ഹാസ് ബീൻ കമ്മിറ്റഡ് അഗെയിൻസ്റ്റ് എ കമ്പനി. കമ്പനിക്കെതിരായിട്ട് അവിടുത്തെ ഓഫീസേഴ്സ്, ബൈ ഓഫീസേഴ്സോ എംപ്ലോയീസ് ഓഫ് ദി കമ്പനി, അവിടുത്തെ ഓഫീസേഴ്സോ എംപ്ലോയീസോ ഒരു ഫ്രോഡ് പരിപാടികൾ കാണിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഓഡിറ്ററിന് അയാളുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്ന സമയത്ത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അയാൾ ചെയ്യേണ്ട കാര്യം ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ദ മാറ്റർ ടു സെൻട്രൽ ഗവൺമെൻറ് വിത്തിൻ സച്ച് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്തേക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇൻ കേസ് ഫ്രോഡ് ഇൻവോൾവിങ് ലെസ്സർ ദാൻ സ്പെസിഫൈഡ് എമൗണ്ട്, സ്പെസിഫൈഡ് എമൗണ്ട് എത്രയാണെന്നൊന്നും പറയുന്നില്ല, ഒരു കുഞ്ഞ് എമൗണ്ട് വരുന്ന ഫ്രോഡൊക്കെ ആണെങ്കിൽ, സ്പെസിഫൈഡ് എമൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ ഫ്രോഡുകളില്ലേ, ചെറിയ എമൗണ്ടിൻ്റെ ഫ്രോഡുകളൊക്കെ ഇല്ലേ, അങ്ങനെയാണെങ്കിൽ ഓഡിറ്റർ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഓഡിറ്റ് കമ്മിറ്റിയിലേക്കാണ്. ഓഡിറ്റ് കമ്മിറ്റി എന്താണെന്ന് നമ്മൾ പഠിക്കും. മിക്ക കമ്പനീസും ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ ഓഡിറ്റ് കമ്മിറ്റിയുടെ അടുത്ത് അറിയിക്കുക. അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ബോർഡിനെ അറിയിക്കുക. ഇൻ അതർ കേസസ് വിത്തിൻ സച്ച് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇമ്മീഡിയറ്റ്ലി. ക്ലിയർ അല്ലേ? ഓക്കെ. അതും എങ്ങനെയാണെങ്കിൽ ലെസ്സർ ദാൻ സ്പെസിഫൈഡ് എമൗണ്ട്, ആ എമൗണ്ട് നമ്മുടെ ആക്ടിൽ പറയുന്നുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. സ്പെസിഫൈഡ് എമൗണ്ട് എന്ന് മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, ആ സ്പെസിഫൈഡ് എമൗണ്ടിൽ താഴെയാണ് നമ്മുടെ ഫ്രോഡെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി the companies whose auditors have reported frauds to the audit committee or board but not reported to the central government. ഇപ്പോൾ എന്താണ്, ഞാനിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ ടൈപ്പ് കമ്പനി ആണെങ്കിൽ, അതായത് കമ്പനിയല്ല ഫ്രോഡാണെങ്കിൽ, അതായത് ഓഡിറ്റ് കമ്മിറ്റിയുടെ മുന്നെയോ ബോർഡിന് മുന്നെയോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്രോഡാണ്, സെൻട്രൽ ഗവൺമെൻറ്റിനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഷാൽ ഡിസ്ക്ലോസ് ദ ഡീറ്റെയിൽസ് അബൌട്ട് സച്ച് ഫ്രോഡ്സ് ഇൻ ബോർഡ്സ് റിപ്പോർട്ട് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ആര്? കമ്പനി എന്ത് ചെയ്യുക? ബോർഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ബോർഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ബോർഡ്സ് റിപ്പോർട്ടിൽ ഈ ഒരു ഫ്രോഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ഫ്രോഡാണെങ്കിൽ നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിയുടെ അടുത്തോ ബോർഡിൻ്റെ അടുത്തോ റിപ്പോർട്ട് ചെയ്യുന്ന ഫ്രോഡാണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഡയറക്റ്റ്ലി ആ ഒരു റിപ്പോർട്ടിംഗ് നടന്നിട്ടില്ല,
സെൻട്രൽ ഗവൺമെൻറ് അടുത്ത് റിപ്പോർട്ടിംഗ് നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോർഡ്സ് റിപ്പോർട്ടിൽ ഈ പറഞ്ഞ ഫ്രോഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം. സിമ്പിളായിട്ടുള്ളൊരു പോയിന്റ് അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് 11th പോയിന്റിൽ എന്താ പറയുന്നത്? ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് സെക്ഷൻ ഷാൽ mutatis mutandis apply to the cost accountant in practice. Cost accountant conducting cost audit under section 148 or conducting secretarial audit under section 204. ഈ മ്യൂട്ടാറ്റീസ് മ്യൂട്ടൻറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ആപ്ലിക്കബിൾ ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ മുകളിൽ പറഞ്ഞ എല്ലാ പ്രൊവിഷൻസും നമ്മുടെ കോസ്റ്റ് ഓഡിറ്റ് നടത്തുമ്പോഴും സെക്രട്ടേറിയൽ ഓഡിറ്റ് നടത്തുമ്പോഴും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ അറിയാം, ഈ പറഞ്ഞ കോസ്റ്റ് ഓഡിറ്റ് ആയാലും സെക്രട്ടേറിയൽ ഓഡിറ്റ് ആയാലും വേറെ നേച്ചറിലുള്ള ഓഡിറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോസ്റ്റ് ഓഡിറ്റിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് കോസ്റ്റ് റെക്കോർഡ്സ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഓഡിറ്റിലാണെങ്കിലോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, വെരിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ചേഞ്ച് അല്ലേ? അപ്പോൾ ആ ഒരു ചേഞ്ചസ് ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ചേഞ്ചസ് വരുന്നതെല്ലാം ചേഞ്ചസ് വന്നോട്ടെ, പക്ഷേ അല്ലാതെ നമ്മളിപ്പോൾ പഠിച്ച പ്രൊവിഷൻസ് എല്ലാം ഈ പറഞ്ഞ കോസ്റ്റ് ഓഡിറ്റിലും സെക്രട്ടറിയൽ ഓഡിറ്റിലും ആപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ 12th പോയിന്റിൽ എന്താ പറയുന്നത്? 12th പോയിന്റിൽ ഇഫ് എനി ഓഡിറ്റർ, ഏതെങ്കിലും ഒരു ഓഡിറ്ററോ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി, ഈ സെക്രട്ടറിയൽ ഓഡിറ്റ് ചെയ്യുന്ന ആളാരാണെന്ന് അറിയാവോ? കമ്പനി സെക്രട്ടറീസ് ആണ് ഈ സെക്രട്ടറിയൽ ഓഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കമ്പനി സെക്രട്ടറി വന്നത്, CS. ഇൻ പ്രാക്ടീസ് ഡസ് നോട്ട് കംപ്ലൈ വിത്ത് ദി പ്രൊവിഷൻസ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു, തൊട്ട് മുന്നേ പറഞ്ഞു എല്ലാ പ്രൊവിഷൻസും ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞ് കുറേ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പ്രൊവിഷൻസ് ഈ പറഞ്ഞ ഓഡിറ്റർ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ഫോളോ ചെയ്യുന്നില്ല. നോട്ട് കംപ്ലൈൻറ്റ്, ഡസ് നോട്ട് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ കമ്പനി ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അവർക്കുള്ള പെനാലിറ്റി 5 lakh rupees ആണ്. ഇനി ലിസ്റ്റഡ് കമ്പനി അല്ല മറ്റേതെങ്കിലും കമ്പനിയിലെ ഇതാണെങ്കിൽ ഓഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ പെനാലിറ്റി എന്ന് പറയുന്നത് 1 lakh rupees. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ 12 പോയിൻറ്റ്സ് ആണ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയുണ്ട് പോയിൻറ്റ്സ്. 13ാമത്തെ പോയിന്റ്. ഈ 13ാമത്തെ പോയിന്റും ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റിൽ ഇത് പോയിന്റ് ആയിട്ടല്ല, ജസ്റ്റ് ഓരോ ഹെഡിങ് ആയിട്ടായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ ശരിക്കും ഇത് നമ്മുടെ ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ ഈ ഡ്യൂട്ടീസിൽ നമ്പർ ഇട്ട് ഇതിനകത്ത് ആഡ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കാര്യം എഴുതുന്ന സമയത്ത് ഇത് എഴുതാം. ഇതിനകത്ത് കുറച്ചും കൂടി എക്സ്ട്രാ പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ വരുന്ന പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് അവിടെ എഴുതാം. നമ്മൾ 2ാമത്തെ പോയിന്റിൽ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കാര്യം പഠിച്ചില്ലേ, പ്രിപ്പയർ ചെയ്യുന്ന കാര്യം, അവിടെ നിങ്ങൾക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു പ്രത്യേക ഹെഡിങ് ഒക്കെ കൊടുത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി എന്താണ് കറക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. അവർക്ക് എന്താ പറയുക, നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നൊക്കെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും 13ാമത്തെ പോയിന്റ് പറയുന്നത് പ്രിപ്പയർ ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് എന്താണെന്നൊക്കെ നമുക്കറിയാം, ഓൾറെഡി പഠിച്ചതാണ് 2nd പോയിന്റിൽ. ഓഡിറ്റ് റിപ്പോർട്ട് ഇൻ സിമ്പിൾ ടേംസ് ഈസ് എൻ അപ്രൈസൽ ഓഫ് എൻ ബിസിനസ് ഫൈനാൻഷ്യൽ പൊസിഷൻ. എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട്? ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിലയിരുത്തലാണ്. അതാണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ശ്രദ്ധിച്ചു കേൾക്കുക. ജസ്റ്റ് ഒരു കഥ പറയുന്ന പോലെ പറയാണ്. ഓഡിറ്റ് റിപ്പോർട്ട് എന്താണെന്ന് ആദ്യം പറഞ്ഞു. ഇനി ഓഡിറ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് എൻ ഓഡിറ്റ് റിപ്പോർട്ട്. നമുക്കറിയുന്ന കാര്യമാണ്. ഇനി ആരാണ് ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഓഡിറ്ററാണ്. ബേസ്ഡ് ഓൺ എന്തിനെ ബേസ് ചെയ്തിട്ട്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പനി. അപ്പോൾ ആദ്യം ഓഡിറ്റ് റിപ്പോർട്ട് എന്താണെന്ന് പറഞ്ഞു, അതാരാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു, എന്തിനെ ബേസ് ചെയ്താണെന്ന് പറഞ്ഞു. ഇനി
The books of accounts so examined by him should be maintained in accordance with the relevant laws. എന്നിട്ട് പറയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി പിന്നെ പറയുന്ന കാര്യമാണ്, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ എക്സാമിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെലവൻറ്റ് ലോസ് പ്രകാരം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. He must ensure that financial statements comply with the relevant provisions of the Companies Act 2013, relevant accounting standards, etc. അദ്ദേഹം എന്തുറപ്പ് വരുത്തണം? അദ്ദേഹം ചെക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വെരിഫൈ ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കമ്പനീസ് ആക്ട് 2013 റെലവൻറ്റ് പ്രൊവിഷൻസ് പ്രകാരം പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെലവൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ഇനി ഇൻ അഡീഷൻ ടു ദിസ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ദാറ്റ് the entity's financial statements depict a true and fair view of the company's financial position. ഇതാണ് മെയിൻ. ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം എൻഷുർ ചെയ്തിട്ടുണ്ട് ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത് എന്നുള്ള ആ ഒരു ഉറപ്പാണ് അദ്ദേഹം ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വഴി കൊടുക്കുന്നത്. അത് ഞാൻ ഓൾറെഡി സെക്കൻഡ് പോയിന്റിലും പറഞ്ഞ കാര്യമല്ലേ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓഡിറ്ററിന് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് എന്ന് മാത്രമേ നമ്മുടെ റിപ്പോർട്ടിൽ പറയാൻ പാടുള്ളൂ. അല്ല, ഇനി ഇവർ ചെയ്യുന്നതൊന്നും ഓക്കെ അല്ല, പ്രോപ്പറായിട്ട് ലോ ഫോളോ ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ അതും നമ്മുടെ ഓഡിറ്ററിന് ആ റിപ്പോർട്ടിലും കാണിക്കാനായിട്ട് പറ്റും. അതിനെയാണ് നെഗറ്റീവ് ഒപ്പീനിയൻ അല്ലെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ എന്ന് പറയാം. പല ടൈപ്പ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ പഠിക്കും. അപ്പോൾ അതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്, ഓഡിറ്റർ ഈസ് അലൗഡ് ടു ഫോം എ നെഗറ്റീവ് ഒപ്പീനിയൻ. നെഗറ്റീവ് ഒപ്പീനിയൻ ആണെങ്കിലും ഓഡിറ്ററിന് കൊടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ എന്ന് പറയാം. വിച്ച് എവർ നെസസറി ആണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇനി അടുത്ത പോയിന്റ് വീണ്ടും ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് എന്താ പറയുന്നത്? ഓഡിറ്റ് റിപ്പോർട്ട് ഹാസ് എ ഹൈ ഡിഗ്രി ഓഫ് അഷ്യൂറൻസ് ആൻഡ് റിലയബിലിറ്റി because it contains the auditor's opinion on the financial statements. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും എല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമ്മുടെ കമ്പനി ഫോളോ ചെയ്യുന്നുണ്ടോ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ടോ, നമ്മുടെ കമ്പനീസ് ആക്ടിൽ പറയുന്ന റെലവൻറ്റ് പ്രൊവിഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഓഡിറ്ററിൻ്റെ ഒപ്പീനിയൻ ഈ ഓഡിറ്റ് റിപ്പോർട്ട് വഴി അദ്ദേഹം സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ്, ഒരു റിലയബിൾ ആയിട്ടൊരു ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനെ പറയാനായിട്ട് പറ്റും. ഇനി ഇഫ് ഹി ഫൈൻഡ്സ് ദാറ്റ് ഹി ഈസ് ഡിസ്സാറ്റിസ്ഫൈഡ് വിത്ത് ദി ഇൻഫർമേഷൻ provided and finds that he cannot express a proper opinion on the statements, he will issue a disclaimer of opinion. അപ്പോൾ ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ്, പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യം എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. അതായത് ആദ്യം പറഞ്ഞു, ഓഡിറ്റർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ട്രൂ ആൻഡ് ഫെയർ ആണോ എന്നുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ വ്യൂ അദ്ദേഹത്തിന് ആ ഒരു ഒപ്പീനിയൻ പറയാനായിട്ട് പറ്റും. ഇനി നമ്മുടെ കമ്പനിയിൽ ഓക്കെ അല്ല, ട്രൂ ആൻഡ് ഫെയർ അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നെഗറ്റീവായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റും. നമ്മളിപ്പോൾ വായിച്ച പോയിന്റിൽ പറയുന്നത് എന്താണെന്നറിയോ? ഇനിയിപ്പോൾ സപ്പോസ് ട്രൂ ആൻഡ് ഫെയറും അല്ല നെഗറ്റീവ് ഒപ്പീനിയനും അല്ല, നമ്മുടെ ഓഡിറ്ററിന് ഒപ്പീനിയനേ പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ലാക്ക് ഓഫ് ഇൻഫർമേഷൻ. പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ അയാൾക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ഈ ഒരു കമ്പനി പോകുന്നത് പ്രോപ്പറായിട്ടാണോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടല്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അദ്ദേഹത്തിന് ആ ഒരു ഓഫീസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ എന്തായിരിക്കും സബ്മിറ്റ് ചെയ്യുക? ട്രൂ ആൻഡ് ഫെയർ എന്നാണോ? അല്ല. നെഗറ്റീവ് ഒപ്പീനിയൻ ആയിരിക്കുമോ? അല്ല. പകരം എന്താണ്? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറയും.
ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. എന്താണ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്ന് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലാക്ക് ഓഫ് ഇൻഫർമേഷൻ കാരണം നമുക്ക് നമ്മുടെ ഓഡിറ്ററിന് ഒരു എന്താണ് ആ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസിനെ കുറിച്ചൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതിൻ്റെ റീസൺസും കാര്യങ്ങളും എല്ലാം സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ കൊടുത്തു എന്ന് പറയുന്നത്. മെയിൻലി അതിനകത്ത് അതാണ് പറയാനുള്ളത്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് എന്താണെന്ന് ആദ്യം പറഞ്ഞു. ഓഡിറ്ററാണ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി ഓഡിറ്ററിന് ഏതൊക്കെ രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. ട്രൂ ആൻഡ് ഫെയർ ആയിട്ട് പറ്റും, നെഗറ്റീവ് ഒപ്പീനിയൻ പറയാൻ പറ്റും, അതുപോലെ തന്നെ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ പറയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു പോയിന്റ് എഴുതിയിട്ട് ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ്, മേക്ക് എൻക്വയറീസ്. അത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. നമുക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഓഡിറ്ററിന് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടി എൻക്വയറി ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെ കാര്യത്തിലാണ് എൻക്വയറി ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എങ്കിലും അവർ ജസ്റ്റ് വീണ്ടും ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വൺ ഓഫ് ദി ഓഡിറ്റേഴ്സ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ് ഇസ് ടു മേക്ക് എൻക്വയറീസ്. ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടിയാണ് എൻക്വയറീസ് നടത്തുക എന്നുള്ളത്, അതായത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് ഫ്യൂ എൻക്വയറീസ്, നമ്മുടെ ഓഡിറ്റേഴ്സ് നടത്താറുള്ള ഫ്യൂ എൻക്വയറീസ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് സെക്യൂരിറ്റി ബേസിസിൽ പ്രൊവൈഡ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് പ്രോപ്പർലി സെക്യൂർഡ് ആണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസുകൾ റവന്യൂ അക്കൗണ്ടിൽ ചാർജ് ചെയ്തിട്ടുണ്ടോ അത് എൻക്വയർ ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഷോൺ ആസ് ഡെപ്പോസിറ്റ്സ്, അതുപോലെ തന്നെ കംപ്ലയൻസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെലവൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം റെലവൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ എൻക്വയറി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പോയിന്റും കഴിഞ്ഞു. ഈ ഒരു ഏരിയാസിലൊക്കെ എൻക്വയറീസ് നടത്താനായിട്ട് നമ്മുടെ ഓഡിറ്റേഴ്സിന് പറ്റും. ഇനി ലെൻഡ് അസിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് ബ്രാഞ്ച് ഓഡിറ്റ്. ബ്രാഞ്ച് ഓഡിറ്റിൻ്റെ സമയത്ത് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ കൺഫ്യൂസ് ചെയ്യേണ്ട. നമ്മൾ നേരത്തെ പഠിച്ചത് ബ്രാഞ്ച് ഓഫീസിൽ ഓഡിറ്റ് നടത്തുമ്പോൾ ആ ഒരു ഓഡിറ്റർ റിപ്പോർട്ട് അയച്ചു കൊടുക്കുന്ന കാര്യമെല്ലാം നമ്മൾ പറഞ്ഞു. പക്ഷേ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. കമ്പനി ഓഡിറ്ററിന് വേണമെങ്കിൽ ബ്രാഞ്ചിൽ ഓഡിറ്റ് ചെയ്യുന്ന മറ്റൊരാൾ ആയിരിക്കും, അയാളാണ് ബ്രാഞ്ച് ഓഡിറ്റർ എന്ന് പറയുന്നത്. അയാൾക്ക് ഏത് രീതിയിൽ ഓഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു അസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഒരു ഹെൽപ്പ് ഉണ്ടല്ലോ, അത് നമ്മുടെ മെയിൻ കമ്പനി ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പോയിന്റ് ഓർത്തോളുക, ലെൻഡ് അസിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് ബ്രാഞ്ച് ഓഡിറ്റ്. ഓക്കെ. ഇനി ബാക്കിയെല്ലാം നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെയാണ്. ബ്രാഞ്ച് ഓഡിറ്റർ മെയിൻ ഓഡിറ്ററിൻ്റെ അടുത്ത്, കമ്പനി ഓഡിറ്ററിൻ്റെ അടുത്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഒക്കെയാണ് പറയുന്നത്. പിന്നെ 16th പോയിന്റിൽ കംപ്ലൈ വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് നാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. എപ്പോഴും ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്, പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ സെപ്പറേറ്റ് പോയിന്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. മറ്റൊന്നും അവോയ്ഡും ചെയ്യേണ്ട. ഇതൊരു പോയിന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് വരുന്നുണ്ട്, ഒരു ഹെഡിങ് പോലെ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ. ഇനി adhere to the code of ethics and code of professional conduct. അതായത് ഓഡിറ്റർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണലാണ് അല്ലേ, ഒരു പ്രൊഫഷണലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്തിക്സും പ്രൊഫഷണൽ കണ്ടക്റ്റും എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടാവണം. പ്രൊഫഷണലി ഫോളോ ചെയ്യേണ്ട കുറേ ബിഹേവിയേഴ്സ് ഉണ്ട്, എത്തിക്സ് ഫോളോ ചെയ്യണം, ആ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടാവണം. പാർട്ട് ഓഫ് ദിസ് ഇൻവോൾവ്സ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കാര്യം അവിടെ പോയി പറയാൻ പാടില്ല. ഓഡിറ്റർ പല കമ്പനീസ് ഓഡിറ്റ് ചെയ്യും അല്ലേ, അപ്പോൾ ഈ കമ്പനിയിൽ നടക്കുന്ന കാര്യം മറ്റൊരാളടുത്ത് പോയി പറയാൻ പാടില്ല. അപ്പോൾ ക്ലയൻസിൻ്റെ സീക്രട്സ് എല്ലാം സീക്രട്ടായിട്ട് തന്നെ വെക്കുക, അതിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡ്യൂ കെയർ ഇൻ പെർഫോമൻസ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ്. ഡ്യൂട്ടി പെർഫോം ചെയ്യുന്ന സമയത്ത് കോൺഫിഡൻഷ്യാലിറ്റി, ഡ്യൂ കെയർ ഒക്കെ ഉണ്ടായിരിക്കണം. അതിനെയാണ് ഈ കോഡ് ഓഫ് പ്രൊഫഷണൽ കണ്ടക്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ.
ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് റിക്വസിറ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ സ്കെപ്റ്റിസം എന്നാണ്. ആ വേർഡ് ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് എക്സ്പ്ലനേഷനായിട്ട് എഴുതിയാലും മതി. എന്താണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസം എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് ദി ഓഡിറ്റർ മസ്റ്റ് ഹാവ് എ ക്വസ്റ്റ്യനിങ് മൈൻഡ്. ഓഡിറ്ററിന് എപ്പോഴും ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡ് ഉണ്ടാവണം. മസ്റ്റ് ബി അലേർട്ട് ടു പോസിബിൾ എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഇൻ ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എറേഴ്സ് ഉണ്ടാവാം, ഫ്രോഡ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോൾ ചെക്ക് ചെയ്താലും ഒരു മനസ്സിൽ ഒരു ഡൗട്ട് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവും. എന്തുകൊണ്ട് ഇത് വന്നു, എന്തുകൊണ്ട് ഇതിവിടെ അങ്ങനെ വന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനിങ് മൈൻഡ് എപ്പോഴും നമ്മുടെ ഓഡിറ്ററിന് ഉണ്ടാവണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിനെയാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് പോയിന്റ്, അസിസ്റ്റൻസ് ഇൻ ആൻ ഇൻവെസ്റ്റിഗേഷൻ. ഇൻ കേസ് വെയർ ദി കമ്പനി ഈസ് അണ്ടർ ദി സ്കോപ്പ് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേഷൻ. സപ്പോസ് നമ്മുടെ കമ്പനി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഓഡിറ്റർ ടു പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു ദി ഓഫീസേഴ്സ് ആസ് റിക്വയർഡ് ഫോർ ദി സെയിം. അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ഉണ്ടാവില്ലേ, അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി കൂടി നമ്മുടെ ഓഡിറ്ററിന് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, the level of assurance provided by a set of audited financial statements is comparatively far higher as compared to regular unaudited financial statements. അതായത് എപ്പോഴും ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു ഡോക്യുമെൻറ്റിന് കുറച്ചും കൂടി നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും ഓഡിറ്റ് ചെയ്യാത്ത ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റഡ് ആണെങ്കിൽ അത് നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പോയിന്റും ഡീറ്റെയിൽ ആയിട്ടല്ലേ പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി വീണ്ടും അത് റിവൈസ് ചെയ്ത് കുളമാക്കുന്നില്ല. ഓരോ പോയിന്റും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിവൈസ് ചെയ്തല്ലേ പോയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓഡിറ്റ് കമ്മിറ്റിയാണ്. ഓഡിറ്റ് കമ്മിറ്റി സെക്ഷൻ 177. ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയാണ്. നമുക്ക് പഠിക്കാം, പോയിന്റ് ആയിട്ട് പഠിക്കാം. ആദ്യം തന്നെ പറയുന്നു, ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എവറി ലിസ്റ്റഡ് കമ്പനി. എവിടെയാണ് ഓഡിറ്റ് കമ്മിറ്റി വേണ്ടത്? The board of directors of every listed public company and such other class or classes of companies as may be prescribed shall constitute an audit committee. പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആർക്ക്, ആ ഒരു ലിമിറ്റൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. ഇനി ലിമിറ്റ് അറിഞ്ഞേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, നിങ്ങൾക്കത് കിട്ടും. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിനെ ബേസ് ചെയ്തൊരു ലിമിറ്റ് ഉണ്ട്, ടേൺ ഓവറിനെ ബേസ് ചെയ്തൊരു ലിമിറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ലോൺസ് അഡ്വാൻസസിനെ ബേസ് ചെയ്തിട്ടൊരു ലിമിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി പറഞ്ഞ് കുളമാക്കുന്നില്ല. നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എല്ലാ ലിസ്റ്റഡ് പബ്ലിക് കമ്പനീസിനും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ക്ലാസ്സസ് ഓഫ് കമ്പനീസിനും പ്രിസ്ക്രൈബ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൽ വരുന്ന ക്ലാസ് ഓഫ് കമ്പനീസിനെല്ലാം ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇനി ഈ ഓഡിറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവണം? ഓഡിറ്റ് കമ്മിറ്റി ഷാൽ കൺസിസ്റ്റ് ഓഫ് മിനിമം 3 ഡയറക്ടേഴ്സ് ഉണ്ടാവണം, വിത്ത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഫോമിങ് എ മെജോറിറ്റി. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ. ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സിൽ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് മിനിമം 3 ഡയറക്ടേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. മാക്സിമത്തിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, മിനിമം 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. പക്ഷെ ഉള്ള ഡയറക്ടേഴ്സിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം മെജോറിറ്റി ഉള്ളതെന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നല്ല രീതിയിൽ എക്സ്പീരിയൻസും നോളജും ഒക്കെ ഉള്ളൊരു ഡയറക്ടറാണ്, അവരായിരിക്കണം മെജോറിറ്റി. ഇനി മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ഇൻക്ലൂഡിങ് ഇറ്റ്സ് ചെയർപേഴ്സൺ ഉൾപ്പെടെ ഉള്ള ഓഡിറ്റ് കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സിൻ്റെ മെജോറിറ്റി ആളുകൾക്കും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റീഡ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള
മെജോറിറ്റി മെമ്പേഴ്സിനും നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റീഡ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. ആണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. അടുത്തത്, every audit committee of a company existing immediately before the commencement of this act. ബിഫോർ ദി കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കുള്ളത് കമ്പനീസ് ആക്ട് 2013 അല്ലേ. അപ്പോൾ ഈ ഒരു കമ്പനീസ് ആക്ട് 2013 വരുന്നതിന് മുമ്പ് ആക്ടുകൾ ഉണ്ടായിരുന്നല്ലോ. ആ ആക്ടുകളെ ബേസ് ചെയ്തിട്ട് ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ള കമ്പനീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഓഡിറ്റ് കമ്മിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കമ്പനീസ് ആക്ട് 2013 കമൻസ് ചെയ്ത് 1 ഇയറിനുള്ളിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടാവണം? ബി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ്. നമ്മുടെ ഇപ്പോഴത്തെ ആക്ടിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻ ഫോളോ ചെയ്യുന്ന രീതിയിൽ അവരെന്ത് ചെയ്യണം? 1 ഇയറിനുള്ളിൽ ആ ഓഡിറ്റ് കമ്മിറ്റി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോഴത്തെ ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് മിനിമം ഇത്ര ആൾക്കാർ വേണം, മാക്സിമം ഇത്ര ആൾക്കാർ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, every audit committee shall act in accordance with the terms of reference specified in writing by board. അറിയാം, ബോർഡാണ് നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ ഓഡിറ്റ് കമ്മിറ്റിയും shall act in accordance with the terms of reference specified in writing by board. ബോർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് കാര്യങ്ങൾ ഇൻ റൈറ്റിങ്ങിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏത് രീതിയിൽ ആക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് അതേപടി ഫോളോ ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഡ്യൂട്ടീസ് എന്നുള്ള ഒരു ഹെഡിങ്ങിൽ ഞാനിവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഡ്യൂട്ടീസ് അഥവാ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താണ്? നമ്മുടെ ബോർഡ് റൈറ്റിങ്ങിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ, വിച്ച് ഇൻക്ലൂഡ് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബോർഡ് നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുള്ളത്? സിമ്പിളാണ്. ഓഡിറ്റ് കമ്മിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഓഡിറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഓഡിറ്റ് കമ്മിറ്റിക്കകത്ത് വരിക. അതറിയാലോ ബേസിക്കായിട്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കാം. റെക്കമെൻഡേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ്. റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റും ഓഡിറ്റ് കമ്മിറ്റിക്ക്. ആരെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും? എന്തിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും? അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. റിമ്യൂണറേഷൻ്റെ കാര്യം റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ടേംസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഓഡിറ്ററിന് കൊടുക്കുന്ന റിമ്യൂണറേഷൻ്റെ കാര്യങ്ങൾ, ആൻഡ് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ ബോർഡിന് റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിക്ക് പറ്റും. സിമ്പിളല്ലേ? ഇനി രണ്ടാമത്തത്, റിവ്യൂ ആൻഡ് മോണിറ്റർ ദി ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ് ആൻഡ് പെർഫോമൻസ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഓഡിറ്റ് പ്രോസസ്സ്. നമ്മുടെ ഓഡിറ്ററിൻ്റെ ഇൻഡിപെൻഡൻസ് എത്രത്തോളം ഉണ്ട്? ഇൻഡിപെൻഡൻസ് മീൻസ് അയാൾ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്തല്ല അയാളുടെ വർക്ക് ചെയ്യുന്നത്. അയാൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നിട്ട് അയാളുടെ ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം, അയാൾ എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള കാര്യം, അതുപോലെ തന്നെ അയാളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അയാളുടെ ഓഡിറ്റ് പ്രോസസ്സിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം റിവ്യൂ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിക്ക് പറ്റും. ഈ ബോൾഡാക്കിയിരിക്കുന്ന പോയിന്റ് നോക്കിയാൽ മതിയേ. ഓക്കെ, അടുത്തത് എക്സാമിനേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും എക്സാമിൻ ചെയ്യാൻ പറ്റും ഓഡിറ്റ് കമ്മിറ്റിക്ക്. അതുപോലെ അപ്രൂവൽ ഓർ എനി സബ്സീക്വൻറ്റ് മോഡിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് ഓഫ് ദി കമ്പനി വിത്ത് റിലേറ്റഡ് പാർട്ടി. ഇനി ചില കേസസിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ടാവാറുണ്ട് ഒരു കമ്പനിയിൽ. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് പറഞ്ഞാൽ അറിയാലോ, അതായത് ഇപ്പോൾ ഒരു ഇപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ഡയറക്ടറാണെങ്കിൽ എൻ്റെ ബ്രദറോ എൻ്റെ ഹസ്ബൻഡോ ഒക്കെ എനിക്ക് റിലേറ്റഡ് പാർട്ടിയാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു ട്രാൻസാക്ഷൻ നടത്തിയാൽ അതിനെയാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ കമ്പനീസിനകത്ത് വരുന്ന റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? നമ്മുടെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അത് അപ്രൂവ് ചെയ്യാൻ, അതായത് ആ ഒരു ട്രാൻസാക്ഷൻ നടത്തണോ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ, അപ്രൂവ് ചെയ്യാൻ, മോഡിഫിക്കേഷൻസ് വരുത്താൻ ഒക്കെയുള്ള ഒരു ഡ്യൂട്ടി കൂടി നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 4 ഡ്യൂട്ടീസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും.
ഡ്യൂട്ടീസ് ആയിട്ടല്ല ഓഡിറ്റ് കമ്മിറ്റിയെ കുറിച്ച് എഴുതുന്ന സമയത്തും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി കുറച്ച് കാര്യം കൂടി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ ഒരു പോയിന്റിൽ. ഏത് പോയിന്റിൽ? നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഡ്യൂട്ടീസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനകത്ത് കുറച്ച് പോയിന്റ്സും കൂടി പറയുന്നുണ്ട്, അതും കൂടി വായിക്കാം. ഇൻ കേസ് ഓഫ് ട്രാൻസാക്ഷൻ അതർ ദാൻ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. ഇനി തൊട്ട് മുന്നേ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ. ഇനി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി ഡസ് നോട്ട് അപ്രൂവ് ദി ട്രാൻസാക്ഷൻ, ഇറ്റ് ഷാൽ മേക്ക് ഇറ്റ്സ് റെക്കമെൻഡേഷൻസ് ടു ദി ബോർഡ്. അതായത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്ക് അതിനകത്ത് എന്താണ് റെക്കമെൻഡേഷൻസ് കൊടുക്കാം, ബോർഡിന് റെക്കമെൻഡേഷൻ കൊടുക്കാം, അല്ലാതെ അപ്രൂവലും കാര്യങ്ങളൊന്നും കൊടുക്കാനുള്ള അവകാശം ഇല്ല. ജസ്റ്റ് ഒരു അഭിപ്രായം പറയാം ബോർഡിനോട്, അത്രയേ ഉള്ളൂ. ഇനി ഇൻ കേസ് എനി ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് any amount not exceeding 1 crore rupees is entered into by a director or officer of the company without obtaining the approval of audit committee. അതായത് in case any transaction involving amount exceeding 1 crore rupees 1 crore rupeesന് മുകളിലുള്ള ഒരു ട്രാൻസാക്ഷൻ, എമൗണ്ട് എന്ന് പറയുന്നത് 1 crore rupeesന് മുകളിലാണ്. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ അത് ആരുമായിട്ട് എൻ്റർ ചെയ്തു? എൻറ്റേർഡ് ഇൻ ടു ബൈ എ ഡയറക്ടർ ഓർ ഓഫീസർ ഓഫ് ദി കമ്പനി. കമ്പനിയും ഡയറക്ടറും അല്ലെങ്കിൽ കമ്പനിയും അവിടുത്തെ ഓഫീസറും തമ്മിൽ. അപ്പോൾ അത് റിലേറ്റഡ് പാർട്ടി ആയില്ലേ? കമ്പനിയും അവിടുത്തെ ഡയറക്ടറും റിലേറ്റഡ് പാർട്ടിയാണ്, അല്ലെങ്കിൽ കമ്പനിയും അവിടുത്തെ ഓഫീസറും റിലേറ്റഡ് പാർട്ടിയാണ്. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷന് അകത്ത് തന്നെ 1 കോടിക്ക് മുകളിലുള്ള ഒരു ട്രാൻസാക്ഷൻ അവർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമുക്കറിയാം ഓഡിറ്റ് കമ്മിറ്റിയാണ് അപ്രൂവ് ചെയ്യുന്നത് വേണോ വേണ്ടേ എന്നുള്ള കാര്യം. പക്ഷേ ഓഡിറ്റ് കമ്മിറ്റിയുടെ അപ്രൂവൽ ഇല്ലാതെ ഡയറക്ടറോ ഓഫീസറോ 1 കോടിക്ക് മുകളിലുള്ള ഒരു ട്രാൻസാക്ഷനിൽ ഏർപ്പെടുകയാണ് കമ്പനിയുമായിട്ട്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റാറ്റിഫൈഡ് ബൈ ദി ഓഡിറ്റ് കമ്മിറ്റി വിത്തിൻ 3 months. ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി ഈ ഒരു ട്രാൻസാക്ഷൻ റാറ്റിഫൈ ചെയ്യുന്നില്ല മീൻസ് എന്താണ്? അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഫ്രം ദി ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ കഴിഞ്ഞ് 3 മാസമായിട്ടും അത് റാറ്റിഫൈ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ സച്ച് ട്രാൻസാക്ഷൻ ഷാൽ ബി വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി. അങ്ങനെയെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വോയിഡബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനാണ്. വോയിഡബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റ് കമ്മിറ്റിക്ക് വേണമെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വോയിഡബിൾ ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് അത്രയും മനസ്സിലാക്കുക. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമ്മൾ കോൺട്രാക്ട് ആക്ടിലൊക്കെ പഠിക്കുന്നുണ്ട് വോയിഡബിൾ കോൺട്രാക്ട് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓഡിറ്റ് കമ്മിറ്റിക്ക് വേണമെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ if the transaction is with the related party to any director or is authorized by any other director, the director concerned shall indemnify the company against any loss incurred by it. ഞാൻ പറഞ്ഞില്ലേ വേണമെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്ക് അത് ക്യാൻസൽ ചെയ്ത് കളയാനുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ വഴി എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ഏത് ഓഫീസറാണോ അല്ലെങ്കിൽ ഏത് ഡയറക്ടറാണോ ആ ഒരു ട്രാൻസാക്ഷനുമായിട്ട് ഇടപെട്ടിട്ടുള്ളത് അയാൾ എന്ത് ചെയ്യണം? ഇൻഡെംനിഫൈ ദി കമ്പനി അഗെയിൻസ്റ്റ് എനി ലോസ് ഇൻകേർഡ് ബൈ ഇറ്റ്. ആ ലോസ് നികത്തണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റിയുടെ കാര്യം ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഈ ഡി പോയിന്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി മനസ്സിലാക്കി ഓർത്ത് വയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കാം. ഈ അടുത്ത പോയിന്റിൽ എന്താ പറയുന്നത്? Audit committee may call for the comments of the auditors about internal control system. Audit committeeക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? കോൾ ഫോർ ദി കമൻറ്റ്സ്. ഓഡിറ്ററിൻ്റെ കമൻറ്റിന് വേണ്ടിയിട്ട് ഓഡിറ്ററിനെ വിളിക്കാം ഓഡിറ്റ് കമ്മിറ്റിക്ക്. എന്തിനെക്കുറിച്ചുള്ള കോമൻറ്റ്സ് ആണ്? internal control systems, the scope of the auditor including the observations of the auditors, review of financial system. ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഓഡിറ്റ് കമ്മിറ്റിക്ക് ഓഡിറ്ററിനെ വിളിക്കാം. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എങ്ങനെയാണ് ആ കമ്പനിയുടെ, ഓഡിറ്റിൻ്റെ സ്കോപ്പ് എന്താണ്, ആൻഡ് ഓഡിറ്റേഴ്സിനെ കിട്ടിയിട്ടുള്ള ഒബ്സർവേഷൻസ് എന്താണ്, ആൻഡ് റിവ്യൂ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിവ്യൂ നടത്തിയിട്ട് എങ്ങനെയുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ആരെ വിളിക്കാം? ഓഡിറ്റേഴ്സിനെ വിളിക്കാം.
before their submission to the board, and may also discuss any related party issues with the internal and statutory auditors and the management of the company. ഈ ബോർഡിൻ്റെ അടുത്തേക്ക് നമ്മുടെ റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഓഡിറ്റ് കമ്മിറ്റിക്ക് അവരെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ തിരക്കാം എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സും ഒക്കെ ആയിട്ട് എന്താണ് നമുക്ക് ഈ റിലേറ്റഡ് ഇഷ്യൂസ് ഈ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് പാർട്ടി അല്ല കേട്ടോ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാനും പറ്റും. ഓക്കെ. അടുത്ത പോയിന്റ് എന്താണ്? ഓഡിറ്റ് കമ്മിറ്റി ഷെൽ ഹാവ് അതോറിറ്റി ടു ഇൻവെസ്റ്റിഗേറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം നമുക്കൊരു പോയിന്റ് വായിക്കുമ്പോൾ അറിയാം അതെന്താണെന്ന് എഴുതാൻ പറ്റുമെന്ന്. ഓഡിറ്റ് കമ്മിറ്റിയുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റും അതിനകത്ത് ഉൾപ്പെടുത്തും. Audit committee shall have authority to investigate into any matter in relation to the item specified in subsection 4 or referred to it by board, and for this purpose shall have power to obtain professional advice from external sources and have full access of information contained in records of the company. ആക്ച്വലി ഈ പോയിന്റിൽ സബ്സെക്ഷൻ 4 എന്ന് പറയുന്ന സംഭവം അങ്ങ് വെട്ടണം കേട്ടോ. കാര്യം നമ്മുടെ ടെക്സ്റ്റിൽ എങ്ങനെയാണെന്നറിയോ, ഇതിൽ പോയിന്റ്സ് ഇട്ടിരുന്നത് 1, 2, 3, 4 എന്നായിരുന്നു. അപ്പോൾ അതിലെ 4th പോയിന്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരുന്നത്. സബ്സെക്ഷനായിട്ട് വരുന്നതായിരുന്നു സെക്ഷൻ 177, സബ്സെക്ഷൻ 1, സബ്സെക്ഷൻ 2 ആ രീതിയിൽ വരുന്നതായിരുന്നു. സെക്ഷൻ നിങ്ങൾ ഓർത്തിരിക്കാൻ പാടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പോയിന്റ് വൈസ് ജസ്റ്റ് അറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് 4ാമത്തെ പോയിന്റ് ഇതാണ്. ഇതിൽ വരുന്നത് 4ാമത്തെ പോയിന്റ് ഇതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലേ. 1 crore rupees മുകളിൽ പോവുകയാണെങ്കിൽ എന്താണ് ഓഡിറ്റ് കമ്മിറ്റി ഇടപെടുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിക്ക് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ സിറ്റുവേഷൻ കറക്റ്റായിട്ട് എഴുതുക. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് വരുന്ന സിറ്റുവേഷൻസിലൊക്കെ എന്ന് നിങ്ങൾ എഴുതുക. ഈ സബ്സെക്ഷൻ 4ന് പകരം അങ്ങനെ എഴുതിയാൽ മതി. ഇൻ ഐറ്റംസ് സ്പെസിഫൈഡ് ഇൻ എന്താണ് ഐറ്റംസ് ലൈക്ക് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി ഓഡിറ്റ് കമ്മിറ്റിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഫോർ ദിസ് പർപ്പസ്, ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടി? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്താണ് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നൊരു പ്രൊഫഷണൽ അഡ്വൈസ് ഒക്കെ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതൊക്കെ ഓഡിറ്റ് കമ്മിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആൻഡ് ഓഡിറ്റ് കമ്മിറ്റിക്ക് അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ റെക്കോർഡ്സ് ഇൻഫർമേഷനും കാര്യങ്ങളും ഒക്കെ ഫുള്ളി ആക്സസ് ചെയ്യാനുള്ള ആ ഒരു അതോറിറ്റി കൂടി ഉണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട് ഇൻ മാറ്റേഴ്സ് റിലേറ്റഡ് ടു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്ന് എഴുതുക. അതുപോലെ തന്നെ അതിനുവേണ്ടി ആൻഡ് ഫോർ ദിസ് പർപ്പസ് ഷെൽ ഹാവ് പവർ ടു ഒബ്റ്റെയിൻ പ്രൊഫഷണൽ അഡ്വൈസ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ് ആൻഡ് ഫുൾ ആക്സസ് ടു ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ റെക്കോർഡ്സ് ഓഫ് ദി കമ്പനി. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ്, ഓഡിറ്റേഴ്സ് ഓഫ് എ കമ്പനി ആൻഡ് കീ മാനേജറിയൽ പേഴ്സണൽ ഷെൽ ഹാവ് എ റൈറ്റ് ടു ബി ഹേർഡ് ഇൻ ദ മീറ്റിംഗ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. നമുക്കറിയാം മീറ്റിംഗ് ഉണ്ടാവും, ഓഡിറ്റ് കമ്മിറ്റീസിൽ മീറ്റിംഗ് ഉണ്ടാവും. അതിനകത്തുള്ള ആളുകളെല്ലാം കൂടി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുണ്ടാവും. ആ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ ഓഡിറ്റേഴ്സിനും കീ മാനേജറിയൽ പേഴ്സണൽ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിൽ തന്നെ ഏറ്റവും ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ കീ മാനേജറിയൽ പേഴ്സണൽസിനും ഓഡിറ്റ് കമ്മിറ്റിയിൽ എന്താണ് റൈറ്റ് ടു ബി ഹേർഡ് ഉണ്ട്. റൈറ്റ് ടു ബി ഹേർഡ്, അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഓഡിറ്റ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിലുണ്ട് എന്നാണ് പറയുന്നത്. റൈറ്റ് ടു ബി ഹേർഡ് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ. വെൻ it considers the auditor's report but shall not have right to vote. നമുക്കറിയാം മീറ്റിങ്ങിൽ വോട്ടും കാര്യങ്ങളൊക്കെ വരും. ഈ പറഞ്ഞ ഓഡിറ്റേഴ്സിനും കീ മാനേജറൽ പേഴ്സണലിനും വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഒന്നുമില്ല. പക്ഷേ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ റൈറ്റ് ടു ബി ഹേർഡ്, ആ ഒരു റൈറ്റ് അവർക്കുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ദി ബോർഡ്സ് റിപ്പോർട്ട് ഷാൽ ഡിസ്ക്ലോസ് ദി കോമ്പോസിഷൻ ഓഫ് ആൻ ഓഡിറ്റ് കമ്മിറ്റി. അതിൽ പറയുന്നത് എന്താണ്? ബോർഡ്സ് റിപ്പോർട്ട്, ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് ബോർഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യില്ലേ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ആണ് ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ആ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് ബോർഡ്സ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ബോർഡ്സ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്
ബോർഡാണല്ലോ നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് കമ്മിറ്റിയെ കുറിച്ചുള്ള കോമ്പോസിഷൻ ആരൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്, അതിനകത്തുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ബോർഡ്സ് റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യാം. ഇനി അത് മാത്രമാണോ? അല്ല. ആൻഡ് വെയർ ദി ബോർഡ് ഹാസ് നോട്ട് അക്സെപ്റ്റഡ് ഇൻ എ റെക്കമെൻഡേഷൻ ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി. നമ്മൾ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഓഡിറ്റ് കമ്മിറ്റിക്ക് നമ്മുടെ ഓഡിറ്റേഴ്സിൻ്റെ റിമ്യൂണറേഷൻ, അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളെല്ലാം റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിന് പറ്റും എന്ന് പറഞ്ഞു. ഇനി റെക്കമെൻഡ് ചെയ്യാനുള്ള ഇതേ ഉള്ളൂ. റെക്കമെൻഡ് ചെയ്തിട്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ബോർഡാണ് തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി ഓഡിറ്റ് കമ്മിറ്റി ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് നടത്തി, പക്ഷേ ബോർഡ് അത് അക്സെപ്റ്റ് ചെയ്തില്ല. അതായത് ഓഡിറ്റ് കമ്മിറ്റി പറഞ്ഞ ആളിനെ നമ്മുടെ ബോർഡ് ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള റീസൺ ഉൾപ്പെടെ നമ്മുടെ ബോർഡ്സ് റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. സിമ്പിൾ പോയിന്റ് ആണ്. ഇനി ലാസ്റ്റ് പോയിന്റ്, എവ്രി ലിസ്റ്റഡ് കമ്പനി ഓർ സച്ച് ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് കമ്പനീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുമ്പോൾ ലിമിറ്റ്, ആ ഒരു ലിമിറ്റിനുള്ളിൽ വരുന്ന കമ്പനീസാണ് ഉദ്ദേശിക്കുന്നത്. ഷൽ എസ്റ്റാബ്ലിഷ് എ വിഗിൽ മെക്കാനിസം ഫോർ ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് to report genuine concerns in such manner may be prescribed. ഇത് വലിയ കാര്യമുള്ള പോയിൻ്റൊന്നുമല്ല. എല്ലാ ലിസ്റ്റഡ് കമ്പനീസും അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്ന എല്ലാ കമ്പനീസും എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? നമ്മുടെ ഡയറക്ടേഴ്സിനായാലും എംപ്ലോയീസിനായാലും അവരുടെ ജെന്യൂൻ ആയിട്ടുള്ള കൺസേൺസ്, പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു വിഗിൽ മെക്കാനിസം ഉണ്ടാക്കണം. വിഗിൽ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു മെക്കാനിസം, നല്ലൊരു മെക്കാനിസം അവിടെ കമ്പനിയിൽ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടേണ്ട എല്ലാ കമ്പനിയിലും അത് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ സിമ്പിളാണ് നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലിമിറ്റ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോളുക. പക്ഷെ അത് പഠിക്കണം എന്നില്ല. സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്ത പക്ഷം നമ്മൾ വെറുതെ പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്ററും ഓഡിറ്റ് കമ്മിറ്റിയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രോപ്പറായിട്ട് പഠിക്കാം. Okay, thank you. Have a nice day.